ഇവിടെ ഇരിക്കുന്ന 3 പേരെയും നമുക്ക് എല്ലാവർക്കും നന്നായി അറിയാം. കാരണം 3 പേരും സോഷ്യൽ മീഡിയയിൽ നന്നായി ആക്റ്റീവാണ്. ഇവരെ പറ്റി നമുക്കൊരു ബോധ്യമുണ്ട്. സമൂഹം പണിത് വെച്ചിരിക്കുന്ന ചില ഫ്രെയിമുകൾ, വേലിക്കെട്ടുകൾ, ഇതിലൊന്നും ഇവർ ഒതുങ്ങുന്നില്ല എന്ന് ഒരു പൊതുബോധം പൊതുവേ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യബോധത്തിൻ്റെ വക്താക്കളായി നിൽക്കുമ്പം പലതരം പ്രശ്നങ്ങളെ നേരിടുന്നുണ്ടാവാം. സ്വന്തമായി ചിന്തിക്കുമ്പോൾ അങ്ങനെ തോന്നണമെന്നില്ല, എന്നാലും നമ്മൾ അത് അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ജോളി ചേച്ചിയോടാണ്. ചേച്ചിയുടെ നിന്ന് കത്തുന്ന കടലുകൾ എന്ന പുസ്തകം പുറത്തു വന്നപ്പോൾ ആ പുസ്തകം വായിച്ചവർക്കൊക്കെ പുസ്തകം നിന്ന് കത്തുന്നത് പോലൊരു ഫീലായിരുന്നു. ഇത്രയ്ക്കൊക്കെ തുറന്നു പറയാമോ? ഇത്രയ്ക്കൊക്കെ ഒരു ജീവിതം ഉണ്ടോ? ഇങ്ങനെയാണോ ശരിക്കും എന്നുള്ളത്? ചേച്ചിക്ക് ഈ പുസ്തകം പുറത്തിറങ്ങിയപ്പോൾ ഉള്ള സൈഡ് എഫക്റ്റുകൾ എന്തായിരുന്നു? എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, സത്യത്തിൽ എല്ലാം നമ്മളൊരു പേഴ്സണൽ അനുഭവമായിട്ട് തന്നെ നമ്മൾ റിലേറ്റ് ചെയ്ത് പറയാമെന്ന് വെച്ചാൽ, തല തിരിയാതെ ഒരു പ്രസവം പോലും ഓക്കെ അല്ല. കുഞ്ഞ് തല തിരിഞ്ഞില്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആവുന്ന ഒരു വളരെ സിമ്പിളാണത്. അപ്പോൾ അതുപോലെ തല തിരിയുക എന്നുള്ളത് കുറച്ച് കാര്യങ്ങളെ നേരെയാക്കാനുള്ള ഒരു മെത്തേഡാണത്. അപ്പോൾ വേറെ ഒന്ന്, ഇപ്പോൾ ഈ ചോദ്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ ജീവിച്ച ജീവിതം അതെന്താണോ തലതിരിഞ്ഞതെന്ന് മറ്റുള്ളവർക്ക് തോന്നാം, അല്ലെങ്കിൽ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് തോന്നാം. പക്ഷേ ജീവിക്കുന്ന ജീവിതം എവിടെയും ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ പരിപൂർണമായ ഉത്തരവാദിത്വം ആ ജീവിച്ച ആൾക്ക് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകവും പുറവും വ്യക്തമായി പറയാൻ കഴിയുന്നതും ആ ജീവിച്ച ആൾക്ക് മാത്രമായിരിക്കും. അത് പറയാൻ എന്തിനാ പേടിക്കുന്നത്? കാരണം ഇതൊക്കെ തന്നെയല്ലേ മനുഷ്യ ജീവിതം. ശരി, തെറ്റ്, കുറ്റം, നന്മ, തിന്മ, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി വയ്ക്കുന്ന ഫ്രെയിമുകളാണ്. ആ ഫ്രെയിമിനകത്ത് ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള പേഴ്സ്പെക്റ്റീവിൽ ഇതിനെ കാണാൻ, മനസ്സിലാക്കാം. എനിക്ക് മനസ്സിലായതും ഞാൻ ജീവിച്ചതുമായിട്ടുള്ളൊരു ജീവിതം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിനകത്ത് ആളുകൾ അതെങ്ങനെ എടുത്തു എന്നുള്ളത് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത്, വായിച്ചവരെല്ലാം വളരെ സന്തോഷത്തോടും, അതായത് കൂടുതൽ സ്ത്രീകൾ തന്നെ ഞങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതലും വിളിച്ചത് സ്ത്രീകളാണ്. അതേസമയം ഒത്തിരി പുരുഷ സുഹൃത്തുക്കളും എന്നെ വിളിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് അത് എഴുതിയത് ഭയങ്കര ധൈര്യം തന്നെയാണ്. എന്നാലും ചിലർ ചോദിച്ചു, എന്തിനാ അത്രയൊക്കെ അങ്ങ് വേണമായിരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അവരുടെ വീക്ഷണങ്ങളിൽ നിന്ന്, അവരുടെ ആകുലതകളിൽ നിന്ന് പറയുന്നതാണ്. പക്ഷേ ഈ ആകുലത എന്ന് പറയുന്നത് എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? ആ ആകുലത വരുന്നത് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്ത് വെച്ച ചില സദാചാര ബോധ്യങ്ങളിൽ നിന്നാണ്. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് ആ ചോദ്യത്തിനും അവിടെ സാങ്കത്യമുണ്ട്. നമ്മളതിനങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് എന്നെ അത് എങ്ങനെ ബാധിച്ചു എന്ന് വെച്ചാൽ, എനിക്കത് പറയുന്നതിൽ കുഴപ്പമില്ല, അത് കൂടുതൽ പറയേണ്ട സമയമായി എന്ന് മാത്രമേ മനസ്സിലായതുള്ളൂ. പ്രത്യേകിച്ച് നമ്മളുടെ ഇന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ നോക്കുമ്പോൾ ലോകം മൊത്തം ഹൈലി പാട്രിയാർക്കിയലാണ്. അതിനകത്ത് പണിതുയർത്തിയ റിലീജിയസ് മൂല്യങ്ങളും കൂടി ആകുമ്പോൾ പൊതുവെ ആ പൊതു സ്ട്രക്ചർ എന്ന് പറയുന്നതിനകത്തേക്ക് വരാത്ത മനുഷ്യരുടെ, സ്ത്രീകളടക്കമുള്ള അല്ലെങ്കിൽ പാർശ്വവൽകൃതരായിട്ടുള്ള ഏത് തരം സ്പെക്ട്രങ്ങളിൽ നിൽക്കുന്ന മനുഷ്യന്മാരുടെയും ജീവിതം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകുന്ന ഒരു കാലത്ത് ഇത്രയെങ്കിലും പറയാൻ പറ്റിയില്ലെങ്കിൽ, നമ്മളെല്ലാം തലതെറിക്കാതെ എങ്ങനെ ജീവിക്കാൻ തുടങ്ങിയില്ലെങ്കിൽ ഇനി ഇതൊക്കെ എന്നുള്ളൊരു ചോദ്യം എപ്പോഴും ഉള്ളിലുണ്ട്. അടുത്തതായി മഹാശൈലനെന്നും മഹാസ്റ്റൈലനെന്നും സ്വയം വിശേഷിപ്പിക്കുന്ന മലപ്പുറത്തിൻ്റെ സൂഫി എന്നൊക്കെ പറയാവുന്ന ശൈലനോടാണ്. എത്രയായാലും ഒരു തലതെറിച്ച വലിയ മുതിർന്ന ഒരു തലതെറിച്ച കുട്ടി, അങ്ങനെ ഒരു ഇമേജാണ് ശൈലനുള്ളത്. അപ്പോൾ ഇത് കൊണ്ടു നടക്കുക എന്നത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ശൈലൻ്റെ ലൈഫ് ജീവിക്കുന്നു. പക്ഷേ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്വാതന്ത്ര്യം ഈ ജീവിതത്തിലുണ്ട്. അപ്പോൾ ഈ ഒരു സ്വാതന്ത്ര്യം എത്രത്തോളം തന്നെ തുറന്നു കാണിക്കുന്നതിൽ എത്രത്തോളം സത്യമുണ്ട്? ഈ കാണുന്നത് തന്നെയാണോ സത്യം? ഇത് തന്നെയാണോ ശരിക്കുള്ള ശൈലൻ എന്നതാണ് എൻ്റെ ചോദ്യം. മലപ്പുറത്തിൻ്റെ സൂഫി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആദ്യം ഒന്ന് രോമാഞ്ചപ്പെട്ടാലൊന്ന് ചിന്തിച്ചു. പിന്നെ ആലോചിച്ച് നോക്കിയപ്പോൾ ഞാനൊരു യൂണിവേഴ്സൽ മാനല്ലേ, അപ്പോൾ അങ്ങനെ യൂണിവേഴ്സൽ സൂഫി എന്ന് പറഞ്ഞാലായിരുന്നു കുറച്ചും കൂടെ നല്ലത്. മോശമായി എന്ന് തോന്നി. പറഞ്ഞു വരുന്നത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എന്നുവെച്ചാൽ നമ്മുടെ ഒരു കംഫർട്ട്നെസ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് കാണുന്നത് തന്നെയാണോ ഞാനൊന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിഞ്ഞുകൂടാ. എനിക്ക് തന്നെ പലപ്പോഴും എന്താണ് ഞാനെന്ന്
അത് എല്ലാ മനുഷ്യനുമുള്ള തോന്നൽ തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് സത്യമാണോ നുണയാണോ എന്നൊന്നും അറിയില്ല. നമ്മൾക്ക് കംഫർട്ടായിട്ടുള്ള ഒരു രീതിയിൽ ജീവിക്കുന്നു. അപ്പോൾ ഈ ഫ്രെയിമിനെ കുറിച്ചൊക്കെ പറഞ്ഞു. നമ്മൾ ഈ ഫ്രെയിമിനെ കുറിച്ച് ചിന്തിച്ചില്ലെങ്കിൽ വളയമില്ലാത്ത ചാട്ടം കുറച്ചും കൂടെ സുഖമാണ് എന്നാണ് ഞാൻ ചെറുപ്പകാലം മുതലേ മനസ്സിലാക്കിയത്. ഇവനിങ്ങനെയൊക്കെയാണ് എന്നുള്ളത്, തല തിരിഞ്ഞു എന്നുള്ളത് എന്താണെന്നറിയില്ല. അതിപ്പോൾ ജോലി കറക്റ്റ് പറഞ്ഞപ്പോൾ എന്നാണ് ചിന്തിച്ചത്. തല തിരിഞ്ഞ് തന്നെയാണ് നമ്മളെല്ലാവരും വരുന്നത്, പിന്നെയാണ് നിവർന്ന് നിൽക്കുന്നത് എന്നുള്ളത് നല്ലൊരു ഒബ്സർവേഷനായി വന്നതിന് മുതലായി എന്നുള്ള രീതിയിലായി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ കുഴപ്പമില്ല. പക്ഷേ എൻ്റേതായ രീതി പറഞ്ഞ് ഞാൻ തല തിരിഞ്ഞല്ല ജീവിക്കുന്നത്. ഞാൻ എൻ്റേതായ തല നേരെ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. മറ്റുള്ളവർക്ക് അത് തോന്നുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എൻ്റെ വിഷയവുമല്ല. ഞാൻ പറഞ്ഞ പോലെ കംഫർട്ടായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അഖിൽ ചോദിച്ച പോലെ തുറന്ന് പറയണമെന്ന് കരുതി തുറന്ന് പറയുന്നതൊന്നുമല്ല. നമ്മൾക്ക് കുറച്ചും കൂടെ കംഫർട്ട് അതാണ്. നമ്മൾ ഇങ്ങനെയൊക്കെയാണെന്ന് മനുഷ്യർ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ കുറേ സുഖമാണ്. പിന്നെ ഒരുപാട് മറകളൊന്നും ഇല്ലാതെ നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കാൻ പറ്റും. അത് ചെറിയ പ്രായത്തിലേ മനസ്സിലാക്കാൻ സാധിച്ചു എന്നുകൊണ്ട് കുറച്ചും കൂടെയൊക്കെ ഇത്രകാലം ജീവിച്ചത് മുതലായി എന്ന് വിശ്വസിക്കുന്നു ഞാൻ. അത്രേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ സമയമില്ല. 2 സിനിമാ നടിമാരാണ് അപ്പുറം ഇപ്പുറം ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് സമയം കവർന്നു എന്ന് ആരാധകർ പറയാൻ പാടില്ലല്ലോ. താഴെ ഇറങ്ങി ചെന്നാൽ ബാക്കി ചോദ്യം ലാലിയോട് ചോദിച്ചോളൂ. ലാലി ചേച്ചിയോട് ചോദിക്കാനുള്ളത്, ലാലി ചേച്ചി ജീവിതത്തിൻ്റെ റിഥം തെറ്റിച്ച് ഒരു നമ്മളെല്ലാം കംഫർട്ടായി വീട്ടിൽ കാര്യങ്ങളും കുടുംബകാര്യങ്ങളും ഒക്കെ നോക്കി ഒന്ന് അടങ്ങി നിൽക്കുന്ന ഒരു പ്രായത്തിൽ സിനിമയിലേക്ക് വരികയാണ്. അപ്പോൾ ഈ ഒരു വരവ്, മുൻപ് പബ്ലിഷിംഗ് ഹൗസിൽ ജോലി ചെയ്തിരുന്നു, പിന്നെ സിനിമയെ ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഫാഷൻ ഫോട്ടോഗ്രാഫി ആയിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്ന ഒരു കുടുംബ പശ്ചാത്തലമുണ്ട്. പക്ഷേ എന്നാലും പിന്നീട് ഒരു നമ്മൾ ഇത് അടങ്ങി ഒതുങ്ങി കുടുംബത്തിൽ നിൽക്കുകയാണോ എന്ന് ചോദിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുന്നിലേക്ക് അങ്ങനെയല്ല, ഈ നേരത്ത് ഞാൻ പുറത്തേക്ക് വരികയാണ് എന്നൊരു പ്രസ്താവന ഉള്ളതുപോലെയാണ് ചേച്ചി പുറത്തേക്ക് വരുന്നത്. അപ്പം ഒരു പെണ്ണെന്ന നിലയിൽ പിന്നെ താൻ ഉൾക്കൊള്ളുന്ന മതത്തിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാൻ എന്തായാലും സാധ്യതയുണ്ട്. അതിനെപ്പറ്റി ചേച്ചി പറയുന്നു വിചാരിക്കുന്നു. എനിക്ക് ഈ ഒരു വിഷയം കിട്ടിയപ്പം എനിക്ക് സത്യത്തിൽ അതിശയം തോന്നിയത്. കാരണം എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല ഞാൻ ചെയ്യുന്നതൊക്കെ അതാണ് കറക്റ്റ്, അത് അല്ലെങ്കിൽ ഇതാണ് യഥാർത്ഥമായ രീതി എന്ന് വിചാരിച്ച് തന്നെയാണ് ചെയ്യുന്നത്. അതൊരിക്കൽ പോലും ആരെങ്കിലും വെല്ലുവിളിക്കാനോ തകർക്കാനോ ഒന്നും ആയിരുന്നില്ല. ഞാൻ ശ്രദ്ധിക്കുമ്പം എൻ്റേതായ ശരികളെല്ലാം ഇത് തന്നെയാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അത് ഒരിക്കലും ഞാൻ ചെയ്യുന്നതിൽ തെറ്റുകൾ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ നീ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ അവർക്കാണ് തലതിരിഞ്ഞെന്ന് എനിക്ക് തോന്നാറുണ്ട്. ചെറുപ്പം മുതൽ ഇങ്ങനെ എന്താ പറയുക, കുറേ അന്ധവിശ്വാസങ്ങൾ. ജസ്റ്റ് ഇപ്പം നമുക്ക് പറയുകയാണെങ്കിൽ തേങ്ങ ചിരണ്ടുമ്പം കഴിക്കാൻ പാടില്ല, അത് കഴിച്ചാൽ പിന്നെ എന്താ കല്യാണത്തിന് മഴ പെയ്യും എന്ന് പറയുമ്പോൾ എനിക്ക് ചിരി വരും. അപ്പോൾ ഞാൻ പറയും അത് എന്താണെന്നറിയാമോ, തേങ്ങയ്ക്കൊക്കെ ഒത്തിരി വിലയുള്ള സമയം ഉണ്ടായിരുന്നു. അപ്പോൾ തേങ്ങ ഒക്കെ എല്ലാവരും തിന്ന് തീർത്താൽ പിന്നെ ചിരണ്ടുന്നവർ എന്തായാലും കഴിക്കും. അപ്പോൾ തിന്ന് തീർത്താൽ പിന്നെ കുറച്ചല്ലേ ബാക്കി ഉണ്ടാവും. അപ്പോൾ ഇത് കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തിനായിരിക്കണം അന്ന് അപ്പോൾ എല്ലാ കാര്യത്തിലും ഈ ഒരു ചോദ്യം ചെയ്യുന്ന മനോഭാവമായിരിക്കണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ മൊത്തം എപ്പോഴും ചോദ്യം ചെയ്യലുണ്ട്, എന്തുകൊണ്ടാണ് അതങ്ങനെ എന്ന് ചോദിക്കാറുണ്ട്. അപ്പം അതായിരിക്കണം എന്നെ ഒരു തലതിരിഞ്ഞവളെന്ന് പൊതുസമൂഹവും അല്ലെങ്കിൽ എൻ്റെ കുടുംബക്കാരും ഒക്കെ തന്നെ അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു കാരണം അതായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനാണ് ഏറ്റവും നേരായ തല തിരിഞ്ഞല്ല തല നേരെ നിൽക്കുന്ന ആളെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഇത് സ്വാഭാവികമാണ്. നമുക്കെപ്പോഴും സമൂഹത്തിന് അവർ തുടർന്ന് വന്ന ഒരു വിശ്വാസത്തിലാണെങ്കിൽ നമ്മളൊരു കംഫർട്ട് സോണില്ല. അതിനൊരു ബ്രേക്ക് ചെയ്യുമ്പം കുറേ പ്രശ്നങ്ങളുണ്ടാകും, കുറേ എന്താ പറയുക, അതിൻ്റെ പേരിൽ ചില ചോര ചീന്തലുകളുണ്ടാകും, ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇതൊക്കെ ഒഴിവാക്കാൻ മിക്ക ആൾക്കാരും നമ്മുടെ പേരൻസ് തുടരുന്നത് അല്ലെങ്കിൽ സമൂഹം തുടരുന്ന കുറേ കാര്യങ്ങൾ അത് തന്നെ ചെയ്തുകൊണ്ടേയിരിക്കും. അതാണെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ്. നമുക്ക് പിന്നെ ഒന്നും അതിനെക്കുറിച്ച് ഓർത്തിട്ട് വിഷമിക്കേണ്ട. നമ്മുടെ തലമുറകളായിട്ട് പിന്തുടർന്ന് വരുന്ന ആചാരങ്ങളും ശീലങ്ങളും എല്ലാം പിന്തുടർന്ന് വരുവാണെങ്കിൽ അത് ഈസി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിനെ ലംഘിക്കുക എന്ന് പറയുന്നത് കുറഞ്ഞപക്ഷം
പലർക്കും അതൊരു ബുദ്ധിമുട്ടാകുന്നുണ്ടാവണം. അതുകൊണ്ടാണ് ഈ പലപ്പോഴും ഇത്തരം ആൾക്കാരെ സമൂഹം പിന്നെ താന്തോന്നികളെന്നും അല്ലെങ്കിൽ തലതിരിഞ്ഞവരെന്നൊക്കെ ഒരു ശകാര വാക്കോടുകൂടി, ശകാര മനോഭാവത്തോടു കൂടി പറയേണ്ടി വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ലൈഫ് ഞാൻ ജീവിച്ചൊരു ലൈഫെന്ന് പറയുന്നത്, ഞാൻ അന്ന് ചെയ്യുമ്പോൾ അതാണ് ശരി എന്നെനിക്ക് തോന്നി തന്നെ വളരെ കുടുംബത്തിൽ കുറേ നാൾ, പിന്നെ എനിക്ക് ജോലി വേണം എന്ന് തോന്നിയപ്പോൾ വളരെ കഷ്ടപ്പെട്ട് കുറേ നാൾ ജോലിക്ക് പോകുന്നു. അങ്ങനെ എല്ലാം എനിക്ക് കിട്ടിയതാണ്. അല്ലെങ്കിൽ ഞാനതിന് വേണ്ടി കുറേ ഇപ്പം സിനിമയാണെങ്കിൽ പോലും വളരെ യാദൃശ്ചികമായിട്ട് എന്നിലേക്ക് വന്നതാണ്. ഞാൻ അതിന് വേണ്ടിയൊന്നും ഒരു എഫേർട്ട് എടുത്തിട്ടില്ല. പക്ഷേ കിട്ടിയപ്പോൾ അതിനെ ഏറ്റവും മനോഹരമായിട്ട് യൂസ് ചെയ്യാനും, അല്ലെങ്കിൽ ഇപ്പം ആക്ടിവിസം എന്ന് പറയുന്നപ്പം നമുക്കൊരു വേദി കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ പിന്നെ വികാരങ്ങൾ പ്രകടിപ്പിക്കാനും, അല്ലെങ്കിൽ നമുക്ക് അഭിപ്രായങ്ങൾ തുറന്നു പറയാനൊരു വേദി കിട്ടുമ്പം അതിനെ നന്നായി യൂസ് ചെയ്യുക. അതിനിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ നമ്മുടെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുക, നന്നായിട്ട് പറയുക എന്നുള്ളതായിരുന്നു എൻ്റെ എല്ലാ കാലത്തെയും എൻ്റെ ഒരു മനോഭാവം അത് തന്നെയാണ്. ആരെയും പേടിക്കേണ്ടതില്ല, നമുക്ക് പറയാനുള്ളത് പറയുക. ഒരു രാജ്യത്തിൻ്റെ ലോ ഉണ്ടെങ്കിൽ ആ ലോയ്ക്ക് ഒതുങ്ങി നിന്ന് തന്നെ അതിനെ ഏറ്റവും മനോഹരമായി ഉപയോഗിക്കുക എന്നത് തന്നെയാണ് എൻ്റെ എപ്പോഴത്തെയും ചിന്തകളും അത് തന്നെയാണ്. ശൈലൻ്റെ ഒരു പുസ്തകമാണ്, അതിൻ്റെ ടൈറ്റിൽ ഇൻഡീസെൻറ്റ് ലൈഫ് ഓഫ് മഹാശൈലൻ. ഈ ഇൻഡീസെൻറ്റ് ലൈഫ് ഓഫ് ശൈലൻ ഒന്നറിയാൻ താല്പര്യമുണ്ട്. പിന്നെ നമ്മളിപ്പോൾ തലതിരിഞ്ഞാൽ എന്താ എന്ന ചോദ്യമാണ് ഈ സെഷൻ്റെ പേര്. തലതിരിഞ്ഞാൽ എന്താ കുഴപ്പം? ഇപ്പോൾ നമ്മളൊരു കാഴ്ച കണ്ടു, ഒരു ഫോൺ വരുമ്പോൾ ശൈലൻ അത് കൂളായി എടുക്കുകയാണ്. സാധാരണ ഒരു പാനലിലിരിക്കുമ്പോൾ അത് എടുത്തു എന്ന് വരില്ല. ഇതൊക്കെ തന്നെയും ഈ സ്വാതന്ത്ര്യബോധത്തിൻ്റെ അടയാളമായിട്ട് കണക്കാക്കാമോ? ഈ ഇൻഡീസെൻറ്റ് ലൈഫ് ഓഫ് മഹാശൈലനിലേക്ക് ഇതൊക്കെ ഉൾപ്പെടുമോ? ഇൻഡീസെൻറ്റ് എന്നത് സ്വന്തമായിട്ട് ശൈലൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ ഒരു ഇൻഡീസെൻറ്റ് ലൈഫിനെ പറ്റി അറിയാനാണ് ആഗ്രഹിക്കുന്നത്. അത് സത്യം പറഞ്ഞാൽ ഞാൻ ഡീസൻറ്റ് ലൈഫ് ഓഫ് മഹാശൈലൻ എന്നായിരുന്നു കൊടുത്തിരുന്നത്. അതിൻ്റെ പബ്ലിഷർ അതിന് ഒരു ആരോ മാർക്ക് മുകളിലേക്ക് ഇട്ടിട്ട് ഇന്നും കൂടെ അത് ബ്രാക്കറ്റിൽ ഇട്ടു എന്നുള്ളതാണ്. അപ്പോൾ അതൊന്നുമില്ല, അതൊരു ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പുകൾ അയാൾ എടുത്തു കൊടുക്കാൻ മാത്രമായിരുന്നു ചെയ്തിരുന്നത്. എനിക്ക് ആ ഒരു പുസ്തകത്തിൽ പ്രത്യേകിച്ച് ഉത്തരവാദിത്വമൊന്നുമില്ലായിരുന്നു. ടൈറ്റിൽ ഇങ്ങനെ കൊടുത്താലോ എന്ന് ചോദിച്ചു. ഓക്കെ, അങ്ങനെയെങ്കിൽ അങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇൻഡീസൻ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഡീസൻ്റാണ്. അപ്പോൾ രണ്ടുപേരുടെയും ഒരു കോംപ്രമൈസിങ് രീതി എന്നുള്ള രീതിയിൽ ആ ഒരു മുകളിൽ ആരോ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഇൻഡീസൻ്റായിട്ടാണ് ജീവിക്കുന്നതെന്ന് എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ല. അപ്പോൾ ഈ സ്വാതന്ത്ര്യത്തിനെക്കുറിച്ചും തലതിരിച്ചിലിനെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ അതൊക്കെ എൻ്റെ കംഫർട്ട്നെസ് ഉണ്ട് എന്നതിനൊപ്പം തന്നെ മറ്റുള്ളവരുടെ കംഫർട്ട്നെസ്സിനെ ബാധിക്കാതിരിക്കാൻ ഏറ്റവും നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ. വേറൊരാൾക്ക് ഒരിക്കലും എൻ്റെ കാരണം കൊണ്ട് ഒരു വാക്കുകൊണ്ട് പോലും ഹർട്ടാവരുതെന്ന് മനഃപൂർവ്വം തന്നെ ചിന്തിക്കാറുണ്ട്, ഒരു ആക്ഷൻ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒക്കെ. ഇപ്പോൾ കോൾ എടുക്കുന്നത് ഞാനത് ചിന്തിച്ചിട്ടൊന്നുമല്ല. ഈ വിളിക്കുന്ന ആൾക്ക് ഞാൻ ഫോൺ എടുക്കാതെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ്. ഞാൻ പരിചയമുള്ളൊരു നമ്പർ ആയതുകൊണ്ടുമാണ് ഞാൻ എടുത്തത്. ഒരുപക്ഷെ പരിചയമില്ലാത്ത നമ്പറാണെങ്കിൽ ഇറങ്ങിയ ശേഷം വിളിക്കുകയായിരിക്കും ചെയ്യുക. അപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ജീവിതം എൻ്റേതായ രീതിയിൽ ഞാൻ ഡീസൻ്റായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്, എനിക്ക് നല്ല ഉറപ്പുണ്ട്. അത് മറ്റുള്ളവർക്ക് ഇൻഡീസൻ്റ് ആവരുത് എന്നും നിർബന്ധ ബുദ്ധിയുമുണ്ട്. എന്നാൽ പോലും ദൂരെ നിന്ന് കാണുന്ന ആളുകൾ പലപ്പോഴും ഇപ്പോൾ ഡീസൻറ്റ് ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുസ്തകത്തിന് വലിയ ഡിമാൻഡ് ഉണ്ടാവില്ല എന്ന് കരുതിയായിരിക്കും അയാൾ ഇൻഡീസൻ്റ് ആക്കാം എന്ന് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ പോലെ അതൊരു മറ്റുള്ളവരെ ആകർഷിക്കാൻ എൻ്റെയോ അല്ലെങ്കിൽ ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും ചെയ്യുന്നുണ്ടാവാം. അതിനാണ് കുറച്ചും കൂടെ മാർക്കറ്റ് എന്നുള്ള തോന്നലൊക്കെ ഒരു പബ്ലിഷർക്കും ഉണ്ടായിരിക്കാം. ഇപ്പോൾ ഇവിടെ ഈ തലതിരിഞ്ഞ വിഷയത്തിൽ തല നേരെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന എന്നെ വിളിച്ചിരുത്തുമ്പോൾ വിളിക്കുന്ന മാതൃഭൂമിക്ക് തോന്നുന്നുണ്ടാവും ഇവനോട് ഇരുന്നാൽ കുറച്ചും കൂടെ നന്നായിരിക്കും വേറൊരു കവിത എഴുതുന്നവനോ അല്ലെങ്കിൽ എൻ്റെ അതേ ഒരു എന്താ പറയുക പ്രൊഫൈലുള്ളവനോ ഇരിക്കുന്നതിനേക്കാളും കുറച്ചിരി കൂടെ ഭേദമാണ് എന്ന് അവർക്ക് തോന്നുന്നതുകൊണ്ടായിരിക്കുമല്ലോ എന്നെ വിളിച്ചിരുത്തിയത്. അതിൽ ഞാൻ ഉത്തരവാദിയല്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഈ ഒരു സെഷൻ്റെ കാര്യത്തിൽ ഞാൻ ഉത്തരവാദിയല്ല, ഈ ടൈറ്റിലിൻ്റെ കാര്യത്തിൽ ഞാൻ ഉത്തരവാദിയല്ല എന്നുള്ള പോലെ തന്നെയാണ് ആ ഒരു പുസ്തകത്തിൻ്റെ ടൈറ്റിലിൻ്റെ കാര്യത്തിലും എൻ്റേതായ ഉത്തരവാദിത്വമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്ക് എത്ര വേണ്ട സ്വാതന്ത്ര്യം ഉപയോഗിക്കാം, അത് നമ്മുടെ ഇഷ്ടമാണ്. ഒരു പക്ഷേ ഫ്രെയിമുകളെ ഭയപ്പെടാതിരിക്കാം, മൈൻഡ് ചെയ്യാതിരിക്കാം, ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ അത് മറ്റൊരാൾക്ക് വിഷമമാവരുത് എന്നുള്ള ഒരു ഇതുണ്ട്. ഇപ്പം ഞാൻ വളരെ തുറന്ന് എഴുതുകയും ഫോട്ടോ ഇടുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ അത് ഒപ്പമുള്ള ആളുകളുടെ പൂർണ്ണമായ കൺസെൻറ്റോട് കൂടി മാത്രമായിരിക്കും എപ്പോഴും, അല്ലെങ്കിൽ അതല്ലാതെ ഒരിക്കലും ഞാൻ ചെയ്യാറില്ല എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ ആ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. ഈ ടൈറ്റിലിനെ പറ്റി പറഞ്ഞല്ലോ,
തല തിരിഞ്ഞാൽ എന്താ കുഴപ്പം എന്ന ടൈറ്റിൽ ജോളി ചേച്ചിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്താണ്? നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ തല തിരിഞ്ഞവരാണ് പലപ്പോഴും, ഈ കംഫർട്ട് സോൺ പൊളിച്ചവരാണ് എപ്പോഴും ലോകത്തെ മുന്നോട്ട് നയിച്ചിട്ടുണ്ടാവുക. അതവർ ചെയ്ത കാലത്ത് ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടാവാം. എന്നാലും ഇപ്പോൾ യേശുക്രിസ്തുവിനെ നോക്കിയാൽ പോലും ആ സമയത്തെ ഒരു തലതിരിഞ്ഞവനായിരുന്നു. പക്ഷേ ഇതുപോലെ ഈ ഒരു ടൈറ്റിൽ ചേച്ചിയോട് കൺവേ ചെയ്ത മെസ്സേജ് എന്തായിരുന്നു? എനിക്കത് കൺവേ ചെയ്തതെന്ന് വെച്ചാൽ ഒരു കാര്യമുണ്ട്, ഈ തലതിരിഞ്ഞത് എന്ന് ആരെയാണ് നമ്മൾ വിളിക്കുന്നത് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഈ തലതിരിഞ്ഞു എന്നുള്ള പ്രയോഗം ഞാൻ പറഞ്ഞു, അതൊരു സാമൂഹ്യ നിർമ്മിതി തന്നെയാണ്. പക്ഷെ അത് ആർക്കെതിരെയാണ് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതോടത്താണ് നമുക്ക് ഈ പ്രശ്നം. സാധാരണഗതിയിൽ ഇത് വളരെ പവർലെസ് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞ ഒരു വ്യക്തി എന്ന് പറയുന്നത് വലിയൊരു സിസ്റ്റത്തിനകത്ത് പവർലെസ് ആയിട്ടുള്ള ഒരാളാണ്, ഒരു അധികാരവും ഇല്ലാത്ത ഒരാളാണ്. അതിൽ തന്നെ വർഗപരമായിട്ട് നോക്കുകയാണെങ്കിൽ വർഗം ഉണ്ടല്ലോ, ക്ലാസ് ഉണ്ട്, അതിലേതിലാണ് ഇവർ പെട്ടിരിക്കുന്നത് എന്നതിനും കൂടി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇവരുടെ ഒരു ആക്റ്റിനെ പൊതുസമൂഹം വിലയിരുത്തുന്നത്. അതായത് നിങ്ങൾ എവിടെ നിന്ന് വരുന്നു, നിങ്ങൾ ഒരു സോഷ്യൽ പൊസിഷനിങ്ങിന് ആദ്യം അവർ ജഡ്ജ് ചെയ്യും, അസസ് ചെയ്യും. എന്നിട്ടാണ് മറ്റുള്ളവർക്ക് വളരെ കൂളായിട്ട് എടുക്കാമായിരുന്ന പല സംഗതികളെയും, അതായത് നിങ്ങളൊരു ഹെയർ സ്റ്റൈൽ ആയിക്കോട്ടെ, നിങ്ങളുടെ ഉടുപ്പ്, നടപ്പ്, ഇരിപ്പ്, ചിരി, കളി, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള നിങ്ങളുടെ എക്സ്പ്രഷന് ഈ ഒരു കളങ്ങളിൽ ഇട്ടിട്ടാണ് ഇവർ വിലയിരുത്തുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിസ്സാരം പറയുന്നത് വെച്ചാൽ, ഒരു മുടി നീട്ടി വളർത്തി അതിലിച്ചിരി കളറ് ചെയ്ത ഒരു വിനായകൻ അവന് ആത്മഹത്യയിലേക്ക് എത്തേണ്ടി വരിക. നമ്മളത് കാണുന്നത് സിസ്റ്റം അവനെ തലതിരിഞ്ഞവനായി കണ്ടു എന്നുള്ളതോ, അല്ലെങ്കിൽ സിസ്റ്റം അതിൻ്റെ പുറത്ത് അവനിൽ എന്തോ ഒരു വയലൻസ് നടത്തി എന്നുള്ളതൊന്നും അല്ല നമ്മൾ ഡിസ്കഷനിൽ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വിനായകനെ പോലെ ഒരു കുഞ്ഞിന് ഓടിപ്പോയിട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരികയും, അതേസമയം നമ്മൾ കാണുന്നുണ്ട് വേറെ തരം ശരീരങ്ങൾ, വേറെ തരം സോഷ്യൽ പൊസിഷനിങ്ങിൽ നിന്നുള്ള മനുഷ്യർ അടിപൊളിയായിട്ടെന്നു, നമ്മളെ ഭാഷ അവിടെ ഉണ്ട് കേട്ടോ, തലതിരിഞ്ഞതുപോലെ തന്നെ ചിലവർക്ക് മാത്രം ചേരുന്നതാണ് അടിപൊളി. അപ്പോൾ ഇങ്ങനെ അടിപൊളിയായിട്ട് ജീവിക്കാൻ ഇതേപോലെ കളർ ചെയ്തും മുടി നീട്ടി വളർത്തിയും കീറിയ ജീൻസൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് ജീവിക്കാൻ കഴിയുന്ന മനുഷ്യരുമുണ്ട്. അപ്പോൾ ഇത് അധികാരത്തിൻ്റെയും കൂടി ഒരു പ്രയോഗത്തിലാണ് ഈ തലതിരിഞ്ഞവരും അടിപൊളിയായിട്ട് ജീവിക്കുന്നവരുമായിട്ട് ഈ മനുഷ്യരെ തന്നെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ നേരത്തെ അഖിലിങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, തലതിരിഞ്ഞ മനുഷ്യരാണ് സമൂഹത്തെ സൗന്ദര്യപ്പെടുത്തിയത്. ഞാനിത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. അപ്പോൾ അതാത് കാലത്തെ വ്യവസ്ഥാവിരുദ്ധരായ മനുഷ്യരും കൂടിയാണ് സമൂഹത്തിനെ മുന്നോട്ട് കൊണ്ടുപോയത്. അതേസമയം അധികാരം, അറിവ് ഇതെല്ലാം ഉള്ള മനുഷ്യർ പൊതുസമൂഹത്തിൻ്റെ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഒരു യൂണിറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അതിലുള്ളവർ ഇല്ലാത്തവർ എല്ലാതരം പാർശ്വവൽകൃതരായിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ പൊതുവായ ഒരു ഉന്നമനത്തിന് എന്നുള്ള രീതിയിൽ നമ്മളൊരു വ്യവസ്ഥ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ അതിന് വളരെ ഈസി ആയിട്ട് അട്ടിമറിക്കുന്ന തലതിരിഞ്ഞ പ്രവണതകൾ ഒരിക്കലും നമുക്ക് തലതിരിഞ്ഞതായിട്ട് തോന്നിയിട്ടേ ഇല്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ശിക്ഷിക്കാനാണ് എന്നുള്ള രീതിയിലാണ് പണ്ട് ചിത്രവധം തൊട്ട് ചാട്ടവാറുകൊണ്ട് അടിക്കുന്നു, അല്ലെങ്കിൽ പൊതു സമൂഹത്തിൽ കൊണ്ടുവച്ച് തൂക്കിക്കൊല്ലുന്നു, തല വെട്ടിക്കൊല്ലുന്നു. ഇതിൽ നിന്ന് മാറി ഇന്ന് സിവിലൈസ്ഡ് സമൂഹത്തിന് എങ്ങനെയാണ് ഈ സിസ്റ്റത്തിൻ്റെ വയലൻസ് നിയന്ത്രിക്കേണ്ടത്, ഈ സിസ്റ്റത്തിൻ്റെ വയലൻസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളവരാരാന്ന് ഇവർ ആദ്യമേ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് ഈ ബലതന്ത്രങ്ങളിൽ. അതുകൊണ്ട് ഇപ്പോൾ UAPA പോലെ ഒരു സംഗതി വരുന്നു. UAPA കിട്ടിയിട്ട് നകത്ത് കിടക്കുന്നത് ആരാ? ഞാൻ പറഞ്ഞു വെച്ചാൽ, ഞാൻ ഈ തലതിരിഞ്ഞതിനെ കുറച്ചും കൂടി സീരിയസ് ആയിട്ടൊരു ടോപ്പിക്കിലേക്ക് കൊണ്ടുപോവുക. കാരണം ഈ വ്യക്തികൾ, അവർ പവർലെസ് ആയിട്ടുള്ള മനുഷ്യർ, അവർ ചെയ്യുന്നതിനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുകയും, അതേസമയം ഒരു സിസ്റ്റം ഉണ്ടാക്കി വെക്കുന്ന ഇത്തരം തലതിരിഞ്ഞ ഒരു പ്രവണതകളെയും നമ്മൾ മനസ്സിലാക്കാതെ അതിൻ്റെ വയലൻസിനെ അഡ്രസ്സ് ചെയ്യാതെ പോവുകയും ചെയ്യുന്ന ഒരു തരം കോമാളിത്തരം കൂടെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ UAPA കിട്ടിയിട്ടുള്ളത് ആരാന്നൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഉന്നയിച്ചവരാണ്, പ്രശ്നത്തെ പ്രശ്നവൽക്കരിച്ചവരാണ്. നമ്മളുടെ ക്യാമ്പസുകളിൽ നിന്നിട്ടാണെങ്കിലും ഇന്ന് ഇവിടെ നമ്മുടെ നാട്ടിലാണെങ്കിലും ഇത്തരത്തിൽ പോയി അകത്ത് കിടക്കുന്ന മനുഷ്യർ ആരാണെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ തലതിരിഞ്ഞതിനെ നമ്മൾ ഒരിക്കലും അഡ്രസ്സ് ചെയ്യാതിരിക്കുകയും വ്യക്തിപരമായിട്ടുള്ള ചില തെറിക്കലുകൾ, ചില ആവിഷ്കാരങ്ങൾ ഇതിനെ മാത്രം പ്രശ്നവൽക്കരിക്കുകയും ചെയ്യുന്ന, അങ്ങനെ വളരെ ഭംഗിയായിട്ട് ഒരു വയലൻസിൻ്റെ സിസ്റ്റം, ഒരു സിസ്റ്റമിക് വയലൻസിനെ നിലനിർത്തുന്ന ഇതിലേക്ക് മാത്രം ഇത്തരം ചർച്ചകൾ ചിലപ്പോൾ
വഴുതി പോവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഞാൻ വളരെ ബോധപൂർവം അതിലേക്കും കൂടെ ഒരു വീക്ഷണം വേണം. ഈ തലതിരിഞ്ഞതിനെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യങ്ങൾ മാറേണ്ടിയിരിക്കുന്നു. തലതിരിഞ്ഞത് നിങ്ങൾ ക്രോസ് ഡ്രസ്സ് ഇടുന്നതോ അല്ല ആണ് മൂക്കുത്തുന്നതോ അല്ലെങ്കിൽ പൊട്ട് തൊടുന്നതോ ലിപ്സ്റ്റിക്ക് ഇടുന്നതോ എന്നുള്ളതിലേക്കല്ല, മറിച്ച് ഒരു സിസ്റ്റം എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾ തന്നെ അട്ടിമറിച്ചുകൊണ്ടാണ് പല നിയമങ്ങളും ഇന്ത്യയിൽ വരുന്നത്. പക്ഷെ ഇതിലൊന്നും നമുക്കൊരു തലതിരിവോ കന്നങ്കടിയോ അല്ലേ ഒന്നും തോന്നിയിട്ടില്ല നമുക്ക്. അപ്പോൾ ഇതും കൂടെ പ്രശ്നവൽക്കരിക്കാനായിട്ട് ഈ തലതിരിഞ്ഞ എന്നൊരു പ്രവണതയെ ഉപയോഗിച്ചാൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. അതായത് ജോളി പറഞ്ഞതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാനുള്ളത് നമ്മുടെ സിനിമകൾ. ഇപ്പം ഞങ്ങൾ സിനിമാ നടികളായതുകൊണ്ട് തന്നെ സിനിമകളിലുള്ള ഇത്തരം പ്രവണതകൾ ഇപ്പം നമുക്കറിയാം. ഒരു സിനിമയുടെ പേര് മറന്നുപോയി, പക്ഷെ അതിൽ പിന്നെ കഞ്ചാവ് കേസ് പിടിക്കപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ വരുന്ന 2 കുട്ടികളുണ്ട്. അവർ കൃത്യമായിട്ട് തലമുടിയൊക്കെ ഇങ്ങനെ പിന്നെ ഒത്തിരി വളർത്തി ചുരുണ്ട മുടിയും അവരുടെ ശരീരം അവരുടെ രൂപം ഇതൊക്കെ തന്നെ ഒരു കൃത്യമായി ഏതെങ്കിലും ഒരു പ്രത്യേക ജനവിഭാഗത്തിലേക്ക് അല്ലെങ്കിൽ സമൂഹം പറയുന്ന നമുക്കറിയാം നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും നല്ല ആൾക്കാർ ഏറ്റവും അനുസരണയുള്ള പൗരൻ അവരാണ് എപ്പോഴും നല്ല പൗരനായിട്ട് കണക്കാക്കുന്നത്. ഒരു സ്റ്റേറ്റിലെ ഏറ്റവും അനുസരണയുള്ള പൗരൻ, അതായത് എല്ലാം കൃത്യമായി സമൂഹവും ഭരണകൂടവും നിർവചിച്ച വഴിയിലൂടെ പോകുന്ന ആൾക്കാരെയാണ് പറയുന്നത്. അപ്പോൾ ഈ സിനിമയിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇവർ കഞ്ചാവാണ് എന്ന് കൃത്യമായി നമ്മളെ മനസ്സിലാക്കി തരുവാണ് കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ടു വരുന്ന കുട്ടികൾ. അപ്പോൾ സത്യത്തിൽ സമൂഹത്തിൽ അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ലെന്ന് പറയേണ്ടി വരും. അപ്പോഴും ഈ തലതിരിവ് തീർച്ചയായിട്ടും മനുഷ്യരിലുണ്ട്. ഞാൻ ഏതോ ഒരു സമയത്ത് തന്നെ എനിക്കൊന്ന് മനോരമ പോലെയുള്ള ഒരു പത്രത്തിലാണ് കഞ്ചാവ് ഉപയോഗിക്കുന്നവരെ എങ്ങനെ കണ്ടുപിടിക്കാം, അവർ പെട്ടെന്ന് ഫോൺ വന്നാൽ എഴുന്നേറ്റ് പോകും, അവർ കൂടുതൽ ഉറങ്ങും, ഇങ്ങനെയുള്ള കുറച്ച് ഭയങ്കര തമാശ കലർന്ന രീതിയിലുള്ള കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് അവർ അവതരിപ്പിക്കുക. ഇതാണ് കഞ്ചാവ് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ലക്ഷണങ്ങൾ. അതാണ് ഫോൺ വരുമ്പോൾ അവിടെ തന്നെ നിൽക്കത്തില്ല, വീട്ടിന് വെളിയിലേക്ക് പോകും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ തല തിരിഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരെ മനഃപൂർവ്വം സമൂഹം അല്ലെങ്കിൽ മാധ്യമങ്ങൾ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ജോളി പറഞ്ഞതിൻ്റെ കൂട്ടിച്ചേർത്താണ് ഞാൻ ഇത് തലതിരിയുന്നത് എപ്പോഴും ഒരു സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉതകുമെങ്കിൽ ഇപ്പം യേശുക്രിസ്തു ആണെങ്കിലും ശരി നിലവിൽ നിന്ന ഇതിനെ ചോദ്യം ചെയ്യുകയാണ്. നമ്മുടെ കേരളത്തിലെ നവോത്ഥാന നായകന്മാരെ എടുത്താൽ അയ്യങ്കാളിയും സഹോദരൻ അയ്യപ്പനും ഒക്കെ അടക്കം ഇനി അംബേദ്കറും ഒക്കെ അടക്കം നിലവിലുണ്ടായിരുന്ന വിഷയങ്ങളെ ചോദ്യം ചെയ്താണ് ഓരോ സമൂഹത്തിലും. ഇപ്പോൾ നമുക്കറിയാം എത്ര പിന്നെ അനാചാരങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ സതി പോലെയുള്ള സ്ത്രീകൾക്കായിരുന്നു ഏറ്റവും പ്രശ്നം. സതി പോലെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ മണ്ണാപ്പേടി പുലപ്പേടി ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ. ഇതിനെയൊക്കെ എതിർക്കാൻ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ അവരും ഇതൊക്കെ തന്നെ അനുഭവിച്ചിട്ടുണ്ടാവാം. അവരൊരു തലതിരിഞ്ഞ ആൾക്കാരാണ് എന്നത് വളരെ അനുഭവിച്ചിട്ടുണ്ടാകും. പക്ഷെ എനിക്കിപ്പം കൂട്ടിച്ചേർക്കാനുള്ളത് പലപ്പോഴും തലതിരിയുന്നത് കൺസ്ട്രക്റ്റീവ് ആകാം. ഒപ്പം നമ്മുടെ ചരിത്രത്തിൽ ഇഷ്ടംപോലെ ഭരണാധികാരികളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മോശം, അതായത് നിലവിലിരിക്കുന്ന അവസ്ഥയെ തകർക്കുന്ന രീതിയിൽ അവരെടുത്ത തീരുമാനങ്ങൾ തകർക്കുന്ന രീതിയിലായിട്ടുണ്ട്. അത് നമുക്ക് പണ്ടുള്ള ഞാൻ പെട്ടെന്ന് ഓർമ്മ വരുന്നത് തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ഇതിലേക്ക് മാറ്റിയവർ ദൗലത്താബാദിലേക്ക് മാറ്റിയ തുഗ്ലക്ക്. അപ്പം നമ്മളത് പറയാറുണ്ട്, ഈ ഭരണാധികാരികളുടെ മോശം പിന്നെ തീരുമാനങ്ങൾ വരുമ്പോൾ ഇങ്ങനെ തുഗ്ലക്കിയൻ പരിഷ്കാരം എന്നൊക്കെ പറയാറുണ്ട്. സത്യത്തിൽ അതൊരു വലിയ തലതിരിവായിരുന്നു. അതും കൂടി നമ്മൾ കണക്കാക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിൻ്റെ പേര് മാറ്റിയിട്ട് ഭാരതീയ ന്യായ സംഹിത എന്നൊക്കെ ആക്കുമ്പോൾ അതിനകത്തൊരു നിയമം വന്നിട്ടുണ്ട്. അതായത് ഒരു സ്ത്രീ പിന്നെ ഒരു ഭർതൃമതിയായ ഒരു സ്ത്രീ മറ്റൊരാളുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ പോയാൽ തന്നെയും അത് ഭർത്താവിന് പ്രശ്നമാണെങ്കിൽ അയാൾക്കെതിരെ കേസ് വരും. അതായത് ഭാര്യയുടെ കൂടെ പോയ ആൾക്കെതിരെ കേസ് വരും എന്നൊരു നിയമമായിട്ടുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്.
സജഷൻ വന്നിട്ടുണ്ട്. അപ്പം ഇതൊരു തലതിരിവല്ലേ, ഒരു സ്ത്രീയെ എത്ര എങ്ങനെയും വീടിനുള്ളിൽ തളച്ചിടാം. ഇപ്പം നമ്മളറിയാതെ ഞാനിപ്പോൾ ശൈലൻ്റെ കൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ ആരുടെയും കൂടെ ചായ കുടിക്കാൻ വന്നാൽ അതെൻ്റെ എൻ്റെ ഇത് വിവാഹ ജീവിതത്തിന് തന്നെ പ്രശ്നമാകുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു തലതിരിവ് തന്നെയാണ്. ഇങ്ങനെ നമുക്ക് പറയാൻ ഒത്തിരി ഉദാഹരണങ്ങളും ഉണ്ടാകും. അപ്പോൾ തലതിരിയുന്നതെല്ലാം നല്ലതാകണമെന്നില്ല, അത് കൺസ്ട്രക്റ്റീവാണോ ഡിസ്ട്രക്റ്റീവാണോ എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ലാലി ചേച്ചി പറഞ്ഞ കാര്യത്തിനോട് കുറച്ചൊന്ന് കൂട്ടിച്ചേർത്തിട്ട്, നമ്മുടെ സമൂഹം എപ്പോഴും ഒരു വ്യക്തിയെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അടങ്ങി ഒതുങ്ങി കുടുംബം നോക്കി ജീവിക്കുന്നുണ്ടോ, ഇതാണ് ആദ്യത്തെ ടെസ്റ്റ്. അപ്പോൾ ഈ ഒരു ലിറ്റ്മസ് ടെസ്റ്റിന് ശൈലൻ വിധേയനായിട്ടുണ്ടോ? എന്താണ് ഇതിലുള്ളൊരു അനുഭവം? ലാലിയും ജോളിയും പറഞ്ഞതിനോട് കൂട്ടിച്ചേർക്കാൻ ഇല്ലാത്ത വിധം ക്ലിയറാണ് അത് രണ്ടും. പക്ഷേ എനിക്ക് ഒരു ചെറിയ യോജിപ്പുള്ളത്, ഈ തുഗ്ലക്കൊന്നും ഒന്നുമല്ല എന്നുള്ളത് നമ്മുടെ ഒരു സമകാലം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ കഴിഞ്ഞ ഒരു 2 മാസത്തിന് മുമ്പ് ഈ ദൗലത്താബാദും ഔറംഗാബാദും ഒക്കെ പോയി. അപ്പോൾ ഈ അജന്ത എല്ലോറയിലേക്ക് പോകണമെങ്കിൽ ഫ്ലൈറ്റ് ഇറങ്ങേണ്ടത് ഔറംഗാബാദിലാണ്. അതിനടുത്തുള്ള സ്ഥലങ്ങളാണ് ഈ തുഗ്ലക്കിൻ്റെ കോട്ടയും അങ്ങനെയുള്ള ദൗലത്താബാദ് എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഗ്രാമമാണ് ഇപ്പോൾ. അപ്പോൾ ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട് അതിനെക്കുറിച്ച് സംസാരിച്ചു. ഇയാളെ ബുദ്ധിമാനായ വിഡ്ഢി എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അയാൾ ചരിത്രത്തിൽ രേഖപ്പെട്ടത്. ഞങ്ങൾ പറഞ്ഞു ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഔറംഗാബാദിൽ വിമാനം ഇറങ്ങിയ ശേഷം ഈ പറഞ്ഞ ദൗലത്താബാദിലേക്ക് പോകണമെങ്കിൽ തന്നെ ഇപ്പോഴൊന്നും ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് അപ്പോൾ ആ ഒരു സമയത്ത് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് ഇത്രയും ആളുകളും ഒക്കെ ആയിട്ട് വന്നപ്പോൾ അയാൾക്ക് കൃത്യമായ വിഷൻ ഉണ്ടായിരുന്നിരിക്കാം ഒരു പക്ഷേ. അത് പരാജയപ്പെട്ടുകൊണ്ട് ചരിത്രകാരന്മാരെ എഴുതി വയ്ക്കുന്നത് നമ്മൾ വായിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ജനസംഖ്യ കുറയ്ക്കുക എന്നുള്ള ഓപ്ഷൻ വരെ ഉണ്ടായിരുന്നിരിക്കാമെന്ന് ഞങ്ങളൊന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മുടെ ഈ ഒരു തലതിരിച്ചിലിനെ കുറിച്ച് പറഞ്ഞാൽ എവിടെയും എത്തിയില്ല. ഒരാളുടെ തലതിരിയലല്ല മറ്റൊരാളുടെ തലതിരിയൽ. ഇപ്പോൾ ഈ ലാലി പറഞ്ഞ പോലെ ഈ ഭാരതീയ ന്യായശാസ്ത്രം എന്താ, അതിൽ ഇങ്ങനെ ഈ ഒരു ഞാനും ലാലി ഇപ്പോൾ ഒരു കാറിലാണ് ഇവിടുന്ന് ഇങ്ങോട്ട് വന്നത്. ആ സമയത്ത് അവൾ ഡൈവേഴ്സ് ചെയ്ത ആളായതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ അപ്പം തന്നെ ഭർത്താവിനെ വിവരം അറിയിച്ച് ശിക്ഷാ നടപടി വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് രൂപീകരിച്ച് വരുന്നത് എന്നുള്ളതാണ് മനസ്സിലായി വരുന്നത്. അപ്പോൾ അത് ഈ ഫ്രെയിമുള്ള ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്നെ ലിറ്റ്മസ് ടെസ്റ്റിന് സ്വാഭാവികമായിട്ടും മറ്റൊരു മനുഷ്യൻ തന്നെയാണല്ലോ ഞാൻ ഈ സമൂഹത്തിലുള്ള വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. പിന്നെ പല ആൾക്കാർക്ക് പല ലിറ്റ്മസാണ് ഉപയോഗിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റേതായ ഗുണഫലങ്ങൾ ഉണ്ടായിരിക്കാം. കുടുംബം എന്നുള്ള പ്രസ്ഥാനം വളരെ നല്ലൊരു പ്രസ്ഥാനമാണെന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ. വളരെ മനോഹരമായിട്ട് കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ 2 വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നും സംസ്കാരങ്ങളിൽ നിന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ 2 വ്യക്തികൾ 2 സ്ഥലത്ത് നിന്ന് വന്ന് പെട്ടെന്നൊരു ദിവസം ഒരു വീട്ടിലോ അല്ലെങ്കിൽ റൂമിലൊക്കെ താമസിക്കാൻ തുടങ്ങുമ്പോൾ അത് വിജയിക്കുന്നുണ്ടെങ്കിൽ അത് ലോകത്തിലെ ഈ 8ാമത്തെ മഹാത്ഭുതമായിട്ട് തന്നെ പ്രഖ്യാപിക്കാവുന്ന ഒരു സംഗതിയായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ എത്രയോ കൊല്ലങ്ങളൊക്കെ ആയിട്ട് ഒപ്പം ജീവിക്കുന്ന ആളുകളൊക്കെ ഞാൻ ഭയങ്കര ബഹുമാനത്തോടു കൂടി നോക്കാറുണ്ട്. അപ്പോൾ ഞാനും ഒരു കല്യാണം കഴിച്ച മനുഷ്യൻ തന്നെയാണ്. എന്നോട് അഖില നേരത്തെ ചോദിച്ചു, നിങ്ങൾക്ക് ഇതൊന്നും ഇല്ലല്ലോ അല്ലേ. നല്ല സത്യം, ഞാൻ വിവാഹമൊക്കെ കഴിച്ച് ഡൈവേഴ്സ് ഒന്നും ചെയ്യാത്ത ഒരു മനുഷ്യനാണ്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ പറഞ്ഞ ആളുടെ ഒരു ആവശ്യത്തിന് കല്യാണം കഴിച്ചതായിരുന്നു. അത് വർക്കായിട്ടില്ല എന്നുള്ളത് കറക്റ്റായിട്ട് അറിയാം. അപ്പം നമ്മൾ ഈ ജീവിതത്തിൽ നിന്ന് നെഗറ്റിവിറ്റികൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ മാക്സിമം എന്താണ്, നമ്മൾ അതിനോട് ഡിറ്റാച്ച്ഡ് ആയിട്ട് അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളുകളാണെങ്കിൽ കുഴപ്പമില്ല. 2 വ്യക്തികൾ തന്നെയാണ് ഇപ്പോഴും. എത്ര കാലം ഒപ്പം ജീവിച്ചാലും ഈ കൂടി ഇമ്പം ഉണ്ടാക്കി കഴിഞ്ഞാലും 2 വ്യക്തികൾ തന്നെ ആവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ലിറ്റ്മസും പേടിച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം പാഴായി പോവും. വളരെ കുറച്ച് കാലമാണ്. എൻ്റെ കൂടെ ജീവിച്ച് കളിച്ച് ചിരിച്ച് നടന്നിരുന്ന എത്രയോ ആളുകൾ ഈ ഒരു കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ കോവിഡിൻ്റെ ആഫ്റ്റർ എഫക്റ്റൊക്കെ പറയുന്നുണ്ട്. ഇന്ന് കണ്ടാൽ നാളെ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. ഇവിടെ ഇരിക്കുന്നവർ എല്ലാവരും അങ്ങനെ തന്നെയാണ് അവസ്ഥ. അതിനിടയിൽ നമ്മൾ ലിറ്റ്മസ് നോക്കി ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം പാഴായി പോവുകയാണ്. അപ്പോൾ വ്യക്തി എന്നുള്ള രീതിയിൽ കുറച്ചും കൂടെ കംഫർട്ടായിട്ട് ജീവിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ ലിറ്റ്മസിനെ നോക്കാറില്ല. ഈ കുടുംബ ബന്ധം നമ്മൾക്ക് നെഗറ്റിവിറ്റിയാണ് തരുന്നതെങ്കിൽ ഡൈവേഴ്സ് ചെയ്യണമെന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഡിവോഴ്സ് ചെയ്യണമെങ്കിൽ ചെയ്യാമെന്ന് ഞാൻ കല്യാണം കഴിച്ച ആളോട് പറഞ്ഞു. അയാൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അങ്ങനെ ഡിറ്റാച്ച്ഡായിട്ട് ജീവിച്ചു പോകുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ചൊരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. സമൂഹത്തിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്കും അതിന് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ല. അപ്പോൾ ലിറ്റ്മസിനെ ഞാൻ പേടിക്കുന്നില്ല, അത്രേ പറയാനുള്ളൂ. ഈ ചോദ്യം ജോളി ചേച്ചിയിലേക്ക് കൂടി നീട്ടുകയാണ്. ജോളി ചേച്ചി പലതരത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്, ദാമ്പത്യത്തെ പറ്റി, ദാമ്പത്യത്തിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്നേഹബന്ധങ്ങളെ പറ്റി. അത്തരം കാര്യങ്ങളുടെയൊക്കെ പേരിൽ ജോളി ചേച്ചി ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട് നന്നായിട്ട്. പക്ഷേ അത് ഒക്കെ ഡിസ്മൈൻഡ് ആക്കുന്ന ഒരു പ്രകൃതം ആയതുകൊണ്ട് ചേച്ചി ഇപ്പോഴും പോസിറ്റീവായി നിൽക്കുകയാണ്. ചേച്ചിക്ക് ഈ കാര്യത്തിൽ എന്താ പറയാനുള്ളത്?
എനിക്ക് തോന്നുന്നത് ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഒരു പുരുഷൻ്റെയും ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഒരു പുരുഷൻ്റെയും സ്ത്രീയുടെയും അനുഭവ പരിസരം ഒന്നല്ല, അതിലൊരു പവർ ഇക്വേഷൻ വേറെ തന്നെയാണ്. അപ്പോൾ എത്രത്തോളം അതായത് കെട്ടിച്ചയക്കപ്പെടുന്നവരാണ്, ഉടനെ തന്നെ എല്ലാ സ്പേസും പോകുന്നവരാണ്. എന്നാൽ നമ്മൾ തുല്യരായിരുന്നെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടേണ്ടത് തന്നെ കാര്യമില്ലല്ലോ. നമുക്ക് നമ്മുടെ ഒരു ഇണയെ കണ്ടെത്തി നമുക്ക് നമ്മളെ സൗകര്യത്തിന് ആരെയും പോലെ ജീവിച്ചാൽ മതി. അപ്പോൾ അവിടെ തന്നെ പവർ ഇക്വേഷൻ തകിടം മറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലിരിക്കുമ്പോൾ നമുക്ക് വ്യക്തിപരമായി തീരുമാനിക്കാം എന്ന് പറയുമ്പോൾ തന്നെ വ്യക്തിപരമാകുമ്പോൾ വ്യക്തിയാവണമല്ലോ. ഇതിലേക്ക് നമ്മൾ വ്യക്തിയിലേക്ക് എത്തുന്നത് എവിടെ വെച്ചാണ് എപ്പോൾ വെച്ചാണെന്നുള്ളതും കൂടിയുണ്ട്. കാരണം ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു പ്രോസസ്സിൽ നിൽക്കുക മനുഷ്യർ. അതിൽ ആരെങ്കിലും എപ്പോഴും ഒരു വ്യക്തിയാണ് ഞാനെന്ന് തിരിച്ചറിയുന്നതൊക്കെ പലപ്പോഴും പല പല ഘട്ടങ്ങളിലായിരിക്കും. അവിടെ നിന്നാണ് ഈ സംഘർഷങ്ങളൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ അതുവരെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓരോരോ പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സംഘർഷം അനുഭവിക്കുന്നവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളിലാണ് അവിടെ അതുവരെ സ്വാസ്ഥ്യമെന്നോ കംഫർട്ടെന്നോ ആരെങ്കിലും കണ്ടിരുന്ന ഒന്നിന് ഒരു അട്ടിമറി ഉണ്ടാവുന്നത്. സാധാരണഗതിയിൽ ഈ അട്ടിമറി ഉണ്ടാവാതെ നോക്കുക എന്നുള്ള അധിക ബാധ്യത അധികവും സ്ത്രീകളാണ് എടുക്കുന്നത്. അതിനൊരു കാര്യം കുട്ടികളുണ്ടെന്നുള്ളതും കൂടിയാണ്, തിരിച്ചു പോകാൻ ഇടയില്ല എന്നുള്ളതും. പിന്നെ പൊതുവെ നമ്മളുടെ ഇന്നത്തെ റേഷ്യോ എടുത്ത് നോക്കിയാൽ ഇന്ന് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം സ്ത്രീകൾക്കുണ്ടെങ്കിലും അതും ഡിഗ്രിയും പി ജിയും ഒക്കെ എടുത്തവരാണെങ്കിലും കല്യാണത്തിന് ശേഷം സ്വന്തം ജോലി വിട്ടു പോകേണ്ടി വരുന്നതും സ്ത്രീകൾക്ക് തന്നെയാണ്. പഠനങ്ങൾ ഇപ്പോഴും അത് തന്നെയാണ്, ഈ കാലത്തും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും കേരളം പോലെയുള്ള ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് എന്ന് പറയുന്ന അധികം മധ്യവർഗമുള്ള ഒരു സ്ഥലത്ത് പോലും വിവാഹിതരായി കഴിഞ്ഞ് കുട്ടികളും കൂടി ആവുമ്പോൾ സ്വന്തം ജോലി റിസൈൻ ചെയ്ത് ഹോം മേക്കർ ആവേണ്ട, എന്ന് പിന്നെ ആരും വൈഫൊന്നും പറയുന്നില്ല, ഹോം മേക്കർ എന്നൊക്കെയുള്ള നല്ല ചെല്ലപ്പേരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലേക്കൊക്കെ പോകേണ്ടി വരുന്നത് ഇതേപോലെ വ്യക്തിത്വം ആർജിച്ച സ്ത്രീകളും കൂടിയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഇന്ന് ദാമ്പത്യങ്ങൾ 83% കോടതി നിരങ്ങുന്നത്. അപ്പോൾ ഇവിടെയാണ് എനിക്ക് തോന്നുന്നത്, എനിക്ക് ഈ ശൈലൻ പറഞ്ഞ ഒരു പോയിൻറ്റിനോട് ഒന്ന് അയാൾക്ക് അയാളുടെ വ്യക്തിപരം എന്നുള്ള രീതിയിൽ അയാൾ എന്താണോ ജീവിതത്തെ കാണുന്നത്, അല്ലെങ്കിൽ അയാൾ എങ്ങനെയാണ് അതിനെ ഹോൾഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്, അത് അയാൾക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറയുമ്പോൾ അപ്പുറത്തെ ആളും ആ ഒരു നിലയിലേക്ക് ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കത് വലിയ ബാധ്യതകളോ സംഘർഷങ്ങളോ ഇല്ലാതെ, ചിലപ്പോൾ അതിൻ്റെ ബാധ്യതയും സംഘർഷം ഉണ്ടെങ്കിൽ അയാൾക്കത് മാനേജ് ചെയ്യാൻ പറ്റിയതാവാം. ഇതൊന്നും അത്ര എളുപ്പമല്ല ഒരു സ്ത്രീയെ സംബന്ധിച്ച്. ഒന്നും നമുക്ക് സോഷ്യൽ സ്പേസ് ഇല്ല. അപ്പോൾ ഓക്കെ ഞാനങ്ങനെ തീരുമാനിച്ചു, എവിടേക്ക് ഇറങ്ങി പോകാനുള്ള നിങ്ങളൊന്ന് പറയൂ. 6 മണിക്ക് ശേഷം നിങ്ങൾ എന്തിനാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് എന്ന് ചോദിക്കുന്ന ഒരു സമൂഹത്തിൽ ഒരു സ്ത്രീക്ക് ഒരുപാട് സ്വാതന്ത്ര്യം കിട്ടിയാൽ എന്ത് ചെയ്യാനുള്ളതെന്നും കൂടെ ഒരു ചോദ്യമുണ്ട്. ഇതാരും ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് എന്തിനാ സ്വാതന്ത്ര്യം വേണമെന്ന് തന്നെ ചോദിക്കണം. നമ്മൾ പറഞ്ഞു ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണ്ടത് ജീവിക്കാൻ തന്നെയാണ്. ഈ ജീവിതം എന്ന് പറയുന്നത് പ്രീ ഡിസൈൻഡാണ് പെണ്ണുങ്ങളുടേത്. അത് ജീവിച്ചാൽ പോരെയെന്ന് ചോദിക്കുന്നത്. ഇതിലിത്ര കോംപ്ലിക്കേഷൻ്റെ ആവശ്യം എന്താ? അപ്പോൾ നമ്മളിതുപോലെയുള്ള സ്ത്രീകൾ ഈ ചോദ്യം ഉന്നയിക്കുന്നതോട് കൂടിയിട്ടാണ് നമ്മൾ ഇതുമാതിരിയാണ്, പ്രശ്നക്കാരികളാണ്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് ഒരു പരിധി വരെ ഞാനും ഒരു സാധാരണ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരികയും ഇതൊക്കെ തന്നെ ജീവിക്കുന്ന സ്ത്രീകളെ കാണുകയും കുറേയൊക്കെ എൻ്റെയും ജനിതക ഘടനയിൽ ഇതെല്ലാം വളരെ അത് എംബഡഡ് ആണ്. എനിക്കതിലൊന്നും വലിയ മാറ്റം വേണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ച ഒരാൾ പോലും ആയിരുന്നില്ല. അപ്പോൾ പോകെ പോകെ തോന്നുകയാണ് അതിൻ്റെ ലിമിറ്റ് തീർന്നു എന്ന് തോന്നുകയാണ്. ആ ലിമിറ്റ് തീരുമ്പോൾ പോലും എനിക്ക് പറയാനുള്ളത് ഞാനല്ല ഡിസിഷൻ എടുക്കുന്നത്. കാരണം ആ സമയത്ത് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നതിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു തലമുറയുണ്ട്. ചില സമയത്ത് ചില വിവാഹങ്ങൾ എന്ന് പറയുന്നത് മുഴുവൻ ബാധ്യത, എന്തായാലും ഏത് തരത്തിലെ വിവാഹത്തിലും കുട്ടികളുടെ ബാധ്യത ഒന്നും സ്റ്റേറ്റ് ഒന്നും എടുക്കുന്നില്ല. സ്റ്റേറ്റ് എടുക്കുന്നില്ല. അതുകൊണ്ടാണ് കുറേ കുട്ടികൾക്ക് ഇന്നും ബാലവേല ചെയ്തും പലതരം ആക്ടിവിറ്റികളിൽ പോയി ഇവിടെ ജീവിക്കേണ്ടി വരുന്നത്. അപ്പോൾ പിന്നെ ആ ഒരു ബോധ്യങ്ങളുള്ളതുകൊണ്ട് എല്ലാവരും ഈ ഇമോഷനിൽ കടിച്ചു തൂങ്ങിയിട്ടാണ് അടുത്ത തലമുറയെ കുറച്ച് സേഫാക്കാമെന്ന് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളുടേതായ ഒരു ജീവിതത്തെ നമ്മൾ റദ്ദ് ചെയ്യും. അങ്ങനെയാണ് എനിക്ക് തോന്നി ഇപ്പോഴും കുറേ കുടുംബങ്ങളൊക്കെ പോകുന്നത്. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ മാതിരി കാര്യങ്ങൾ മനസ്സിലാക്കാതെയല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സ്റ്റേറ്റ് കൂടെ നമ്മളെ സ്നേഹത്തിനും പ്രണയത്തിനും കാമത്തിനൊക്കെ ഒരു ബാധ്യത സ്റ്റേറ്റിനുണ്ടെന്ന് പറയുന്നിടത്ത് കുറച്ചുകൂടി മെച്ചപ്പെട്ട സമൂഹങ്ങൾ വരികയും സ്റ്റേറ്റ് ആ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നിടത്ത് വ്യക്തിപരമായിട്ടുള്ള ഈ കെട്ടുപാടുകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സദാചാരപരമായിട്ടുള്ള അല്ലെങ്കിൽ കൾച്ചറലായിട്ടുള്ള നമ്മളെ ഈ പ്രശ്നങ്ങളെ ഒരു അയവ് വരുത്തിക്കൊണ്ട് ജീവിക്കാനായിട്ട് മനുഷ്യർക്ക് കുറേയും കൂടി സാധ്യതയുണ്ടാവും.
നമുക്കിതൊക്കെ ഇന്നും നമ്മുടെ പിള്ളേർ ഇത് ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വാ എന്നും പറഞ്ഞ് വെള്ളമിറക്കിയിരിക്കുന്ന അവസ്ഥ തന്നെയാണ്. അതല്ലാതെ നമുക്ക് അവിടെ പ്രാക്ടീസ് ചെയ്യാനൊന്നും പറ്റില്ല. കാരണം എന്നും മക്കളെ വെട്ടി വളർത്തി ഉണ്ടാക്കുന്നത് ജാതിയും മതവും നിലനിർത്താനുള്ള, അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് നിലനിർത്താൻ വേണ്ടി തന്നെയാണ് എന്നും മനുഷ്യർ ബഹുഭൂരിപക്ഷവും മെനക്കെട്ട് കുട്ടികളെ ഉണ്ടാക്കുന്നത്. ഇന്ന് എത്ര നമ്മൾ ഫെർട്ടിലിറ്റി ക്ലിനിക്കുകളുടെ എണ്ണം നോക്കി വയ്ക്കുക. നമ്മളെ ഒരു ബോധങ്ങളാണ് അവിടെ കിടക്കുന്നത്. നമുക്കൊരു കുട്ടീനെ അവരുടെ ഒരു ദത്തെടുത്ത് വളർത്തുക എന്നുള്ളതൊക്കെ ഒന്നും നമുക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ രക്തത്തിലുണ്ടായ കുട്ടി തന്നെ ഉണ്ടാവണം. അപ്പം നമ്മൾ വലിയ വർത്തമാനമൊക്കെ പറയുമെങ്കിലും നമ്മൾ അത്രയ്ക്കൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കൂടി പ്രായോഗിക ബുദ്ധി നമ്മൾ സ്ത്രീകൾക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ, അത്ര തന്നെ പറയാൻ പറ്റുള്ളൂ, പ്രായോഗികമതികളാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ ഭംഗിയായിട്ട് ഇത്തരം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് സംഭവിച്ചതൊന്നും നമ്മൾ അങ്ങനെ വേണമെന്ന് വെച്ചിട്ടൊന്നുമല്ല. സംഭവിക്കുമ്പോൾ ആ സംഭവിച്ചതിനെ നമ്മൾ കൺഫ്രണ്ട് ചെയ്യുന്നു, അതിന് സൊല്യൂഷൻസ് കാണുന്നു, മുന്നോട്ട് പോകുന്നു. എനിക്ക് അത്രേ പറയാനുള്ളൂ. അതിനകത്ത് ഞാനിതൊരു വെല്ലുവിളിയായിട്ടോ എൻ്റെ ജീവിതം കാണും അല്ല, പോകുന്ന പോക്കിൽ സംഭവിക്കുന്നതിന് ഇത് വളരെ വേദനയോട് കൂടിയിട്ടാണെങ്കിലും അത് സംയമനത്തോടെ ഏറ്റെടുക്കാൻ പറ്റി എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ ജീവിതത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേകത. അതല്ലാതെ അതിൽ വേറെ ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ? ഒരു സിനിമയിൽ ജോജു അങ്ങോട്ട് പറയുന്നുണ്ട് 5 വർഷമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഭാര്യയെ പെങ്ങളായിട്ട് പ്രഖ്യാപിക്കണം. അപ്പോൾ അതിൽ കറക്റ്റ്നെസ്സിലൊക്കെ എന്തൊക്കെ സംശയമുള്ളവരും വിയോജിപ്പുള്ളവരുണ്ട്. പക്ഷേ അങ്ങനെ ആ ഒരു ബോണ്ട് വളർന്നു വന്നു കഴിഞ്ഞാൽ കുടുംബം നല്ലതാണെന്നുള്ളൊരു കാഴ്ചപ്പാട് കൂടെ എനിക്കുണ്ട്. പല ആൾക്കാരും ഈ ഒരു കെയറിങ്, പിന്നെ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞ് ഈ കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഇപ്പം കുട്ടികളെ അത് ഏറ്റവും നെഗറ്റീവായിട്ട് ബാധിക്കും, ട്രോമയിലാക്കും എന്നുള്ളതാണ് ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ യുദ്ധം ചെയ്യുന്നതും മോശം വാക്കുകൾ ഉപയോഗിക്കുന്നതൊക്കെ കണ്ടു വളരുന്ന കുഞ്ഞുങ്ങളുടെ മാനസികാവസ്ഥ ഭാവിയിൽ എന്താവും എന്നുള്ളൊരു കാഴ്ചപ്പാട് എനിക്ക് എന്നെ സംബന്ധിച്ച് അത് വളരെ മോശമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെയ്തത് ഏറ്റവും പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളൊക്കെ ഈ ഇത്രയും കാലഘട്ടം നിന്ന ശേഷം പറഞ്ഞ പോലെ പ്രത്യേകിച്ചൊരു തീരുമാനമൊന്നും ആണെന്ന് തോന്നുന്നില്ല അല്ലേ? ഓക്കെ, ഇത്രയേ ഉള്ളൂ. അല്ല, ഡിവോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാനൊരു 30 വർഷം കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ എൻ്റെ കുട്ടികൾ പറയാറുണ്ട് ഈ 30 വർഷം ജീവിച്ചതിനേക്കാൾ വളരെ സ്നേഹപൂർവ്വമുള്ള അവരുടെ ഫാദറിനോടാണെങ്കിലും എന്നോടാണെങ്കിലും ഒക്കെ അവർ ജീവിക്കുന്ന ഇപ്പോഴത്തെ ജീവിതം കുറച്ചും കൂടി സ്നേഹവും സന്തോഷവും മനസ്സിലാക്കലും ഒക്കെയുള്ള ഒരു ജീവിതമാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ഒന്നിച്ച് ജീവിക്കാൻ ഒരു നിവൃത്തിയില്ലാത്ത മനുഷ്യർ തമ്മിൽ പിരിയുന്നതായിരിക്കും കുട്ടികൾക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ പറഞ്ഞതേ ഉള്ളൂ. എന്നെ സമൂഹം, ഞാൻ നേരത്തെ ചോദിച്ചതിൻ്റെ മറുപടിയായിട്ട് പറയുകയാണ്, ഏറ്റവും കൂടുതൽ ലിറ്റ്മസ് ടെസ്റ്റ് നടത്തിയത് അല്ലെങ്കിൽ എന്നെ ഒരു താന്തോന്നിയായിട്ട് സമൂഹവും കുടുംബമൊക്കെ പ്രഖ്യാപിച്ചത് ഒരു ചുംബന സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിലായിരുന്നു. അപ്പോൾ നമുക്കറിയാം ഈ തലതിരിയുന്ന ആൾക്കാർ അല്ലെങ്കിൽ നിയമങ്ങൾ തന്നെ പേഴ്സൺ ടു പേഴ്സൺ അല്ലെങ്കിൽ ഒരു സമൂഹം ടു സമൂഹം മിക്കവാറും അതിർത്തി മാറുമ്പോൾ തന്നെ നമ്മുടെ നിയമങ്ങളും നമ്മളുടെ സദാചാര ബോധങ്ങളും ഒക്കെ മാറുന്നുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ പറയുന്ന ഈ കേരളത്തിൽ അമ്മാവൻ ഒരു നമ്മൾ വളരെ ബഹുമാനിക്കപ്പെടേണ്ട അച്ഛൻ്റെ അമ്മയുടെ ആങ്ങളെ ആയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ അതിർത്തി മാറുമ്പോൾ തമിഴ്നാട്ടിൽ ഏറ്റവും ഒരു പെണ്ണിന് ഏറ്റവും അവകാശപ്പെട്ട ആളാണ് അമ്മാവൻ. അങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നിയമങ്ങളൊക്കെ തന്നെ എല്ലാം മാറുന്നുണ്ട്. അപ്പോൾ ഈ ചുംബന സമരത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഈ വിദേശ സിനിമകളൊക്കെ കണ്ട് അവർക്ക് എപ്പോഴാണ് ചുംബിക്കാൻ തോന്നുന്നത് അപ്പോഴൊക്കെ ചുംബിക്കുന്ന ഒരു ഇത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഞാനൊന്നും വിദേശത്തൊന്നും പോയിട്ടൊന്നുമില്ല, എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എന്താണ് ഒരു ഇത് അതിൻ്റെ ഒരു പ്രതിഫലനമായിരിക്കുമല്ലോ സിനിമ എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് 2 പേര് ചുംബിച്ചു എന്നതിൻ്റെ പേരിലായിരുന്നു ആ റെസ്റ്റോറൻറ്റ് തന്നെ തല്ലി തകർക്കുകയും അങ്ങനെയാണ് ചുംബന സമരം ഉണ്ടാകുകയും ചെയ്തത്. എനിക്കത് ഭയങ്കര റെലവൻ്റ് ആയിട്ട് തോന്നുകയും അപ്പോൾ ഒത്തിരി ആക്രമണങ്ങൾ വന്നു. നിങ്ങളുടെ മക്കളാണെങ്കിൽ നിങ്ങൾ സമ്മതിക്കുമോ, അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ മക്കളെ കൊണ്ടുവരുമോ, ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസാണ് നമ്മളിതിന് ഞാൻ പങ്കെടുക്കുന്നുണ്ട് എന്ന് വെറുതെ പറയുമ്പോൾ ഒരു കമൻ്റായിട്ട് ഇടുമ്പോൾ പോലും അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. 2 പെൺകുട്ടികളാണ്, അത് നിങ്ങൾ മറക്കരുത്. അപ്പോൾ എനിക്ക് ചിരി വരിക. കാരണം നമ്മൾ എത്ര സ്വാർത്ഥരായ മനുഷ്യരാണെന്ന് ആലോചിച്ച് നോക്കണം. കാരണം നമ്മൾ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ആ കുട്ടികൾ സെക്സ് ചെയ്താൽ കുഴപ്പമില്ല, നമ്മൾ കല്യാണം കഴിച്ച് കൊടുക്കണം അവർക്ക്, അതായത് നമ്മുടെ കൺസെൻറ്റോടുകൂടി. അപ്പോൾ അതായത് ഒരാളുടെ ഏറ്റവും ജൈവികമായ വികാരങ്ങളിൽ പോലും ഇടപെടുന്ന ഒരു സമൂഹമാണ്. അപ്പോൾ ഞാനിത് പറയുമ്പം
ആർക്കും അത് മനസ്സിലാകുന്നില്ല. എന്താണ് ഈ പറയുന്നത്? അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രിയിൽ അവർ ഒന്നിച്ചിടുന്ന പ്രശ്നമുണ്ടോ? അതില്ല, അത് സമൂഹമെല്ലാം അംഗീകരിച്ചു, സ്റ്റേറ്റ് അംഗീകരിച്ചു, സമൂഹം അംഗീകരിച്ചു, കുടുംബം അംഗീകരിച്ചു, സമൂഹം അംഗീകരിച്ചു, അതുകൊണ്ട് അത് പ്രശ്നമില്ല. അല്ലാത്തതെല്ലാം പ്രശ്നമാണെന്ന് പറയുമ്പോൾ സത്യത്തിൽ എനിക്ക് ഇവിടെ നിന്നതിലാണ് ഒരു തലതിരിഞ്ഞവൾ എന്നുള്ള ഒരു ഇത് അടിച്ച് കിട്ടിയത്. സ്റ്റാമ്പ് ഇങ്ങനെ അടിച്ച് കിട്ടിയത് അപ്പോഴാണ്. അതുവരെ എന്നെ ഒരു ഭ്രാന്തത്തിയായിട്ടും തമാശ, ഇപ്പോൾ ചെറിയ ചെറിയ ഈ പിന്നെ ഇഷ്യൂസിലൊക്കെ ഇപ്പം എന്തായാലും വൈഫിനൊക്കെ നന്നായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുന്ന പുരുഷന്മാരൊക്കെ എല്ലാവരും പെണ്ണവറു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള രീതിയിലൊക്കെ വിളിക്കും. അതായത് അയാളൊരു, ഞാൻ തന്നെ കണ്ടുകൊണ്ട് ഒരു കുടുംബത്തിൽ തന്നെ. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താ അപ്പം പിന്നെ പെണ്ണുങ്ങൾക്ക് ഇതൊക്കെ അല്ല, പെണ്ണുങ്ങൾ ഇതൊക്കെ സ്ഥിരമായി ചെയ്ത് കൊടുത്തോണ്ടിരിക്കുന്നത്, അതിനൊന്നും എന്തെങ്കിലും അവരങ്ങനെ വിളിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു ആണവറുമാണ്, അല്ലെങ്കിൽ ആണുങ്ങളുടെ വാലിൻ്റെ തുമ്പിലാണ്, ഇങ്ങനൊന്നും പറയുന്നില്ല. പക്ഷേ സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒന്ന് അലക്കി കൊടുത്താൽ, ഒന്ന് ഇത് തേച്ച് കൊടുത്താൽ, അപ്പോൾ ഇതൊക്കെ എൻ്റെ പേഴ്സണൽ ഇടങ്ങളിലെ സംസാരങ്ങളാണ്. അപ്പോഴൊക്കെ ഞാനൊരു താന്തോന്നിയായിട്ടൊന്നും പറയില്ലെങ്കിൽ ഇവർക്ക് എന്താ വട്ടാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ആൾക്കാർ. പക്ഷെ നമ്മളൊരു സമൂഹത്തിൻ്റെ ഒരു പ്രശ്നത്തിലേക്ക് ഇടപെടുമ്പോൾ അത് ഒരു സമൂഹം മൊത്തത്തിൽ നമ്മളെ ഇതായിട്ട് കണക്കാക്കുകയും അങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി ഉണ്ടായിട്ടുണ്ട് അങ്ങനത്തെയുള്ള പ്രശ്നങ്ങൾ. പക്ഷെ ഞാനിപ്പോഴും എൻ്റെ എന്തെങ്കിലും ഒരു നിലപാട് ഞാൻ ചെയ്തത് മോശമായിരുന്നു എന്നെനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല. അതെൻ്റെ പേഴ്സണൽ വിഷയങ്ങളിൽ, ഡിവോഴ്സിൻ്റെ കാര്യത്തിൽ പോലും ഞങ്ങൾ ഇപ്പോഴും വളരെ നല്ല ബന്ധം സൂക്ഷിക്കുന്നുണ്ട്. ഹസ്ബൻഡ് വേറെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അവരുമായിട്ടും ഞാൻ ഫോണിലൂടെയും ഒക്കെ സംസാരിക്കുകയും പരസ്പരം സമ്മാനങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് ബന്ധങ്ങൾ വളരുന്നുണ്ട്. അതിൽ ഇത്രയും മനോഹരമായി ബന്ധങ്ങൾ സൂക്ഷിക്കേണ്ടിടത്താണ് പരസ്പരം യുദ്ധം ചെയ്തും അങ്ങോട്ടും വഴക്കുണ്ടാക്കിയും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിയും വർഷങ്ങളോളം കേസിന് പോയും ഒക്കെ നമ്മൾ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പോസിറ്റീവായിട്ട് ഒരെണ്ണത്തിനെ കാണുക, അത് തലതിരിവാണെങ്കിൽ ഞാൻ അങ്ങനെയാണ് എന്ന് തന്നെ പറയാനേ ആഗ്രഹിക്കുന്നുള്ളൂ ഈ വിഷയത്തിൽ. ഇനി നമുക്ക് കാണികളിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എൻ്റെ ഒരു പുസ്തകത്തിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ലെങ്തായിട്ട് ഡിസ്കസ് ചെയ്തൊരു കാര്യം മാരേജാണ്. അപ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യൻ നിങ്ങളോട് തിരിച്ച് ചോദിക്കുകയാണ്. ആ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ വൈ വി വാണ്ട് ടു ഗെറ്റ് മാരീഡ്. അതിന് 2 റീസൺസ് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയാൻ കാരണം, ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ സക്സസ്ഫുൾ കമ്പാനിയൻഷിപ്പ് അത് വിത്ത് ആൻഡ് വിത്തൗട്ട് മാരേജ് ഈസ് നെവർ അച്ചീവ്ഡ് പ്രോപ്പർലി. അപ്പോൾ ആ കമ്പാനിയൻഷിപ്പിൻ്റെ കാര്യം വി ലീവ് ഇറ്റ് അസൈഡ്. സെക്കൻഡ് തിങ് ഈസ്, ഇപ്പോഴത്തെ നമ്മൾ പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ വി ഹാവ് സോ മെനി പീപ്പിൾ. അപ്പം പ്രകൃതിക്ക് നമ്മൾ കൂടുതൽ മേറ്റ്സിനെ കണ്ടെത്തുകയും കൂടുതൽ കുട്ടികൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇഷ്ടമെങ്കിൽ കൂടെ ഫ്രം എ കറൻറ്റ് സോഷ്യൽ കോണ്ടെക്സ്റ്റ് ഇറ്റ് മേ നോട്ട് ബി നീഡഡ്. പിന്നെ എന്തിനാ കല്യാണം കഴിക്കുന്നത്? ദാറ്റ് ഇസ് മൈ ക്വസ്റ്റ്യൻ. ഇവിടെ മുന്നിലിരിക്കുന്ന എല്ലാം ഒരു എബവ് 30 ആയിട്ടുള്ള ആളുകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ കുറച്ചും കൂടെ ഇത് നന്നായിട്ട് ഈ ഒരു ബിലോ 30 ആയിട്ടുള്ള കുട്ടികൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അവർ കല്യാണത്തിൻ്റെ കാര്യത്തിലൊക്കെ കൃത്യമായ തീരുമാനം, ഇപ്പോൾ ജോളി പറഞ്ഞ പോലെ സ്ത്രീകളാണെന്നുള്ളത് കരുതിയിട്ട് അവർക്ക് തീരുമാനമെടുക്കാനുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് നമ്മൾ ചുറ്റുപാടും നോക്കുമ്പോൾ കാണുന്നുണ്ട്. അതൊരു വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് കറക്റ്റായിട്ട്, കല്യാണം കഴിക്കാതെ നിന്നാൽ മാത്രം മതി ഒരുത്തൻ അല്ലെങ്കിൽ ഒരുത്തി പിഴയാണ് അല്ലെങ്കിൽ മോശമാണ്, അല്ലെങ്കിൽ പെണ്ണ് കിട്ടാഞ്ഞിട്ടാണ്, ചെക്കനെ കിട്ടാഞ്ഞിട്ടാണ് എന്നുള്ള അത് നേരിടാനുള്ള ഭയമുള്ള കുറേ ആളുകളുണ്ട്. സമൂഹവും കുടുംബവും ഒക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോയി. പിന്നെ കേരളം പോലൊരു സമൂഹത്തിൽ സെക്സ് ചെയ്യാൻ ഒരു മാർഗ്ഗമുള്ളൂ മനുഷ്യർക്ക്, അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു മാർഗ്ഗമില്ല. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് അങ്ങനെയുള്ള കൗതുകമൊക്കെ നിലനിന്ന് പോവും എന്നുള്ളതാണ്. ബാക്കിയുള്ള എന്ത് നെഗറ്റിവിറ്റി ഉണ്ടെങ്കിലും കുറച്ച് ദിവസം അതിലുള്ളൊരു കൗതുകം മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നവർക്ക് അത് കാര്യങ്ങളിലൊക്കെ മനോഹരമായിരിക്കും. എല്ലാ കാലവും നിലനിർത്താൻ കഴിയുന്നവർ വളരെ മനോഹരമായിട്ട് മറ്റുള്ള ഒരു ബന്ധങ്ങൾ കൂടി ഡെവലപ്പ് ചെയ്ത് അതിനെ കൊണ്ടുപോകുന്നുണ്ടായിരിക്കും. ഞാൻ പറഞ്ഞില്ല, 8ാമത്തെ മഹാത്ഭുതമൊക്കെ ആയിട്ട് നമ്മളുടെ ഒരു കൺസ്ട്രെയിൻസ് ഉണ്ട്. കാരണം നേരത്തെ നമ്മളെല്ലാവരും പറഞ്ഞതിലുണ്ട് കാര്യങ്ങൾ. നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യ ജീവിതം സാധ്യമല്ല. കാരണം ഈ കൾച്ചറലായിട്ടുള്ള കുറേ റെസ്ട്രിക്ഷൻസാണ് നമ്മൾ കൊണ്ട് നടക്കുന്നത്. നമ്മൾ കുടുംബം എന്ന് പറയുമ്പോൾ കുടുംബത്തിൻ്റെ ചില സ്റ്റാറ്റസ് ഉണ്ട്. അതിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കുട്ടികളെയും കൂടെ വെച്ചിട്ടാണ്. എനിക്ക് തോന്നുന്നു ഇത്രയ്ക്കധികം വിവാഹത്തിന് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുന്നതും അതിൻ്റെ ആലോചനകൾ, പര്യാലോചനകൾ, പിന്നെ അതിൻ്റെ ഡേറ്റുകൾ ഫിക്സ് ചെയ്യൽ, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അത് വിപണിക്കും കൂടെ ഒരു താല്പര്യമുണ്ട്. കാരണം ഇന്ന് ഈവൻ്റ് മാനേജ്മെൻറ്റുകളുടെ കയ്യിലും കൂടെ വരുമ്പോൾ ഈവൻ്റ് മാനേജ്മെൻറ്റും
നമ്മളുടെ ഈ ഒട്ടും മാറാത്ത റിജിഡായിട്ടുള്ള ഈ ബോധവും ചേർന്നിട്ട് കല്യാണം ഒരു ശാശ്വത പരിഹാരമായിട്ട് ഇങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിലനിന്ന് പോകണം. ഈ റിലീജിയൻ നിലനിൽക്കണമെങ്കിൽ കല്യാണം കൂടിയേ തീരൂ. അപ്പോൾ റിലീജിയനെ നിലനിർത്താൻ അവർ അതിനുള്ള എല്ലാ പണികളും എടുക്കുന്നുണ്ട്. ഇന്ന് ഓരോ ദിവസവും എല്ലാ തരത്തിലുള്ള മതങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ആണെങ്കിൽ ഇന്നും അങ്ങനെയല്ല, ഓരോ ദിവസവും ഇത് നമ്മളിലേക്ക് ആക്സസ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളുടെ കാര്യം പോലും തീരുമാനിക്കുന്നത് ഇന്ന് രക്ഷിതാക്കളേക്കാൾ കൂടുതൽ പൗരോഹിത്യത്തിന് പങ്കുള്ള വിധത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. ഇത് പറയാതിരുന്നിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സമൂഹത്തിൽ കല്യാണമൊക്കെ ഭയങ്കര പ്രാധാന്യം അർഹിക്കുന്ന ഒരു ആക്റ്റാണ്. അല്ലാണ്ട് രണ്ട് മനുഷ്യർ വലുതാവുന്നു, സ്വാഭാവികമായിട്ട് അവർക്ക് അട്രാക്ഷൻ തോന്നുന്നു, അവർ ഒന്ന് ജീവിച്ച് നോക്കുന്നു, അത് ബോറടിച്ചെങ്കിലോ അല്ലെങ്കിൽ അവർക്കത് മതിയായെങ്കിലോ അത് നിർത്തിയും വേറെ സാധ്യതകൾ, മനുഷ്യന് സാധ്യമായ സാധ്യതകൾ ഉണ്ടെന്നൊന്നും വക വെച്ചു കൊടുക്കാൻ ഈ സിസ്റ്റം തയ്യാറല്ല. അപ്പോൾ ഈ പറഞ്ഞതുപോലെ എവിടെയെങ്കിലും എത്തുമ്പോൾ 19 വയസ്സിനുള്ളിൽ മനുഷ്യർക്ക് ഇതൊക്കെ ഒന്ന് അറിയണമല്ലോ, എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന്. അപ്പോൾ പിന്നെ കല്യാണം കഴിക്കാൻ നിർബന്ധിതരാവുന്ന ഒരു കാര്യം മാത്രമേ ഇതിനകത്തുള്ളൂ. ഞാനിപ്പോൾ കുറച്ചൊരു സാധാരണ രീതി പറഞ്ഞാൽ സാധാരണ ആൾക്കാർ ചോദിക്കുന്നത് കല്യാണം കഴിക്കുന്നത് എന്തിനാ എന്ന് ചോദിച്ചാൽ പ്രായമാകുമ്പം നമ്മളെ നോക്കാനാണെന്നുള്ളൊരു മട്ടിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ പറയുക, പുരുഷനേക്കാളും നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് പുരുഷനേക്കാളും കുറച്ച് പ്രായം കുറഞ്ഞതായിരിക്കും സ്ത്രീ. പുരുഷൻ കിളവനായാലും അപ്പോൾ അവർ നോക്കാൻ സ്ത്രീയുണ്ട് എന്നുള്ള മട്ടിലാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത് എന്ന് പറയുന്നത്. കുട്ടികളെ ഉണ്ടാവാൻ കല്യാണം കഴിക്കണം എന്നില്ല, അവരെ ഉത്തരവാദിത്വത്തോടെ വളർത്താൻ കല്യാണം കഴിക്കണം എന്നില്ല. ആ ഉത്തരവാദിത്വം നമുക്കുണ്ടാവണം. ഒരു നിയമത്താൽ ബന്ധിതരായിട്ട് അല്ല, ഇനി അത് നമ്മുടെ ഉത്തരവാദിത്വം ചെയ്തില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് പലരും നോക്കുകയാണോ എന്ന് സംശയം തോന്നും. കല്യാണം കഴിച്ചാലേ കുട്ടികളെ നോക്കുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും അല്ലാതെ തന്നെ നമുക്ക് ആ ഉത്തരവാദിത്വം ഉണ്ടാവേണ്ടേ. നമുക്കൊരു കുട്ടികളുണ്ടായാൽ അവരെ നന്നായിട്ട് നോക്കണം, അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കടമയാണ് എന്ന് ചിന്തിക്കാൻ പറ്റണ്ടേ. പിന്നെ അപ്പോൾ എന്നോടും ഇത്തരം ചോദ്യങ്ങളുണ്ടായിട്ടുണ്ട്, പ്രായമാകുമ്പം എന്ത് ചെയ്യും. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അതിനു മുമ്പ് പുള്ളി മരിച്ചുപോയ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇനി ഞാൻ മരിച്ചുപോയ പുള്ളി എന്ത് ചെയ്യും. അപ്പോൾ കൃത്യമായിട്ട് അവരതിനുള്ള മാർഗ്ഗങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇത് കല്യാണം കഴിക്കുന്ന ഇതിനൊക്കെയാണെന്നുള്ള ചിന്തകൾ മാറ്റിവെച്ച് രണ്ടുപേരും ഒരു കൂട്ടുജീവിതം, അതെങ്ങനെയാണെങ്കിലും ആ കൂട്ടുജീവിതം ഉണ്ടാവണം. അതുമാത്രമേ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ. കല്യാണം കഴിഞ്ഞ് ഡൈവോഴ്സ് ആയതിനു ശേഷം ഞങ്ങൾ വളരെ നല്ല ഫ്രണ്ട്സായിട്ട് ജീവിക്കുന്നു. മക്കൾക്ക് വളരെ സന്തോഷമാണ്. അവരുടെ ഡാഡിയോടും അല്ലെങ്കിൽ മമ്മിയോടും ഒക്കെ നന്നായിട്ട് പെരുമാറുന്നു. ഈ രീതിയിൽ ഒരുപാട് കേട്ടിട്ടുണ്ട് ഞാൻ. ഇപ്പം മാഡം മാത്രമല്ല, പല ആളുകളും ഇങ്ങനെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഈ കല്യാണ ജീവിതത്തിൽ ഇത് നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല? ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഈ ഒരു സഹകരണ മനോഭാവവും ഒക്കെ ആ സമയത്ത് എന്തുകൊണ്ട് പറ്റുന്നില്ല? അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, ഇത് ചിന്തിക്കാതെ അല്ല. ഇത് കാരണം നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ. ഇതൊരു പ്രശ്നം ഞാൻ ചോദിച്ചാൽ, ഈ പേര് തന്നെ ഒരു പ്രശ്നമാണ്. ഭാര്യ ഭർത്താവ് ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കാനുള്ള ആളാണ്. ആ ഒരു അധികാരം ഉള്ളിടത്തോളം കാലം ആ മനോഭാവം ഉള്ളവർ, ഇപ്പം നജീം ഒരിക്കലും അങ്ങനെ ആയിരിക്കണം എന്ന് എനിക്ക് അറിയില്ല, പക്ഷെ നമ്മളെപ്പോഴും നമ്മുടെ ഭാര്യ ക്കേണ്ടവളാണ് എന്നൊരു ചിന്തയിലാണ് ഇരിക്കുന്നത്. അതേസമയം നമ്മുടെ അയൽവക്കത്തുള്ളവരോടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബന്ധമില്ലാത്ത കൂട്ടുകാരികളോടോ ഒരു പക്ഷെ അങ്ങനെ പെരുമാറത്തില്ല. അപ്പോൾ ഒരു കൂട്ടുകാരിയായിട്ട് എന്നെ കാണാൻ കഴിയുമാണെങ്കിൽ ഒരു പക്ഷേ ഞങ്ങൾ കുറച്ചും കൂടി നല്ല ലൈഫായേനെ. ഇത് ഞാൻ പറയുന്നതെല്ലാം കേൾക്കേണ്ട ആളാണ് എന്നുള്ള ഒരു തോന്നൽ കൊണ്ടായിരിക്കണം അങ്ങനെ ഉണ്ടായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം പുതിയ ആളോട് എങ്ങനെയാണെന്നോ അതൊന്നും എനിക്കറിയില്ല. ചിലപ്പം എന്നെപ്പോലെ ആയിരിക്കില്ല മറ്റുള്ളവർ. ഇപ്പം എൻ്റെ അത്രയും സ്വാതന്ത്ര്യബോധം ഉണ്ടാവില്ല. അങ്ങനെയുള്ള കുടുംബങ്ങൾ വളരെ നന്നായിട്ട് പോകുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒത്തിരി പേരുണ്ടാവും. പക്ഷേ അതിൽ ഒരാളുടെ സഹനമുണ്ടെങ്കിൽ അത് ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായൊരു കാര്യമാണെന്ന് തന്നെ ഞാൻ പറയും. അതായിരുന്നു സംഭവിച്ചത്. തലതിരിഞ്ഞാൽ എന്താ കുഴപ്പം എന്നുള്ളത് എൻ്റെ മോൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ മോന് 23 വയസ്സായി. അവൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ അവൻ പ്രേമിച്ച പെണ്ണ് തേച്ചിട്ട് പോയി. അപ്പോൾ ഇനി കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞാൽ അവൻ പോയി. ഇനി ഒന്ന് തിരിച്ചു വരുന്ന അറിയില്ല. അപ്പോൾ ഈ ഒരു സെഷൻ പുതിയ ജനറേഷനിലേക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും? 23 വയസ്സല്ലേ മകനായിട്ടുള്ളൂ. അവൻ ചിന്തിക്കുന്നതിലേറെ നിങ്ങൾ തന്നെയാണ് അവൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ച് വ്യാകുലപ്പെടുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രശ്നം. അവൻ പറയാൻ ശ്രമിച്ചത് അതാണ്. 23 വയസ്സിൽ ഒരു മനുഷ്യരിനുണ്ടാവേണ്ട ഒരു ചെറിയ കാര്യമാണ് അത്. അവർ ഇനിയും പ്രേമിക്കട്ടെ. ചിലപ്പോൾ അവനിപ്പോൾ തോന്നുന്നുണ്ടാവാം ഇപ്പോൾ പ്രേമിക്കണ്ടെന്ന്.
ആ പെയിന് ഹോൾഡ് ചെയ്യാൻ കുറച്ച് സമയം കൊടുക്കുക, അതിന് റിലീവ് ചെയ്യാൻ കുറച്ച് സമയം കൊടുക്കുക, അത് തന്നെ മാറിക്കോളും. അപ്പം ഞാൻ പറഞ്ഞു ഇതാണ് നമ്മുടെ പ്രശ്നം. 23 വയസ്സിൽ തന്നെ നമ്മൾ 19-ലോ 45-ലോ എത്തി നിൽക്കുന്ന നമ്മളെ ജീവിതത്തിൻ്റെ മൊത്തം സമഗ്രതയിൽ കാര്യങ്ങളെ കാണാൻ അവരെ നിർബന്ധിക്കുകയാണ്. അതിൻ്റെ ആവശ്യം എന്താ? അവരുടെ ലൈഫ് അവരുടെ യുക്തിക്ക് തിരഞ്ഞെടുക്കാനും അതിൽ തെറ്റുകുറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോകാനേ അത് പറ്റുള്ളൂ. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവർ മനുഷ്യത്വ വിരുദ്ധരല്ലാതെ, മനുഷ്യരെന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യരും പെടുന്നത്, ഞാൻ പ്രത്യേകം ഇനി സ്ത്രീ, LGBTQ, മറ്റു മൈനോറിറ്റികളെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. മനുഷ്യത്വ വിരുദ്ധമല്ലാതെ സാമൂഹ്യ വിരുദ്ധതയിൽ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. കാരണം അത് സോഷ്യൽ കൺസ്ട്രക്റ്റാണ്. ഈ പറഞ്ഞതുപോലെ ചില സിനിമകൾ മുന്നോട്ട് വയ്ക്കുന്ന കുറച്ച് ഫ്രേസുകളുണ്ട്. അപ്പോൾ അതല്ലേ പറഞ്ഞു, മനുഷ്യത്വ വിരുദ്ധമല്ലാതെ അവർ ജീവിക്കുന്നുണ്ടോ എന്നുള്ള ഒരു വഴികാട്ടിയായ ഒരു ഗൈഡ് ലൈൻ കൊടുക്കാനുള്ള ശ്രമങ്ങളെ ഉണ്ടാവാൻ പാടുള്ളൂ. അതുപോലെ നമുക്ക് ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബ്രീത്തിങ് സ്പേസിൽ അവൻ്റേതായ ലോജിക്കിൽ വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. നമ്മൾ അവരെ ജീവിതം ഡിസൈൻ ചെയ്യാതെ ഇരിക്കൂ ദയവ് ചെയ്ത്. അവർ ഡിസൈൻ പറയുമ്പോൾ നമ്മളതിൽ ഹാപ്പി ആണെങ്കിൽ ഹാപ്പിയാന്ന് പറയാം, അഭിപ്രായം പറയാം. അതിൽ പ്രശ്നം തോന്നിയെന്ന് തന്നെ പറയാം. അതിനപ്പുറത്തോട്ട് നമുക്ക് എന്ത് ഉത്തരവാദിത്തം ഉള്ളത്? എനിക്കത് അവരോടും പറയാനുള്ളൂ. നിങ്ങളെ ജീവിതം ഡിസൈൻ ചെയ്യണം. ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളത്. കാരണം പറഞ്ഞല്ലോ, അത് ഇപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ജീവിക്കണം. ജീവിതത്തിൽ എന്ത് നടന്നാലും നിങ്ങൾ എന്ത് തരം, ഇനി ഈവൻ ക്രൈം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ പോവും. നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇന്ന് ഞാൻ ക്രൈം ചെയ്തില്ല എന്ന് വെച്ചാൽ നാളെ അത് ചെയ്യില്ല എന്നൊന്നും എനിക്ക് ഉറപ്പാക്കാൻ പറ്റില്ല. ഏത് നിമിഷവും നമ്മളെല്ലാം എന്താ പറയുക, ഈ കിണ്ണത്തിൻ്റെ വക്കത്ത് വെച്ച് കടുകുമണി പോലെ എന്ന് പറയുന്നത് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ എപ്പോഴും വീഴാവുന്ന അത്രയും ഗ്രേ ഏരിയാസ് ഉള്ള മനുഷ്യരാണ്. ഞാൻ അവരോട് പറഞ്ഞത്, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാലും അത് വന്ന് പറയാനുള്ള ഒരു ഫ്രണ്ടായിട്ട് എന്നെ നിങ്ങൾ കാണണമെന്നാണ്. അതിലപ്പുറം ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അവൻ്റെ പ്രണയങ്ങൾ, ആ പ്രണയത്തിലുണ്ടാകുന്ന പരാജയങ്ങൾ, ഇപ്പം എൻ്റെ ചെറിയ മോൻ ഇതേ തീരുമാനത്തില്ല, പ്രണയ പരാജയം കൊണ്ടല്ല, അവൻ അതിൽ റിയലൈസ് ചെയ്തൊരു കാര്യം അവൻ്റെയും കൂടി പ്രശ്നമുണ്ടെന്നാണ്. നല്ല കാര്യമല്ലേ? അപ്പോൾ അതിനുള്ള സ്പേസ് കൊടുത്താൽ മതി. അതല്ലാതെ നമ്മൾ അവരുടെ ഭാവിയും ജീവിതമൊന്നും ഡിസൈൻ ചെയ്യേണ്ട. കുട്ടികൾ നല്ല മിടുക്കരാണ് ഇന്നത്തെ കുട്ടികൾ. മിടുക്കരല്ലെങ്കിൽ തന്നെയും ആ മിടുക്കിലേക്ക് എത്തിക്കാനുള്ള സപ്പോർട്ടിങ് സിസ്റ്റം ഒരുക്കൽ മാത്രമേ നമ്മുടെ ബാധ്യതയുള്ളൂ. അതല്ലാതെ വേറൊന്നുമില്ല രക്ഷിതാക്കൾക്ക് എന്നാണ് എൻ്റെ ഒരു വിചാരം. അവൻ സ്നേഹിച്ച പെൺകുട്ടി വേറെ കല്യാണം കഴിച്ചു പോയി. അപ്പൊ ഞാൻ പറഞ്ഞു എന്നോട് വേറെ പെൺകുട്ടിയെ നോക്കുക, എന്നിട്ട് പ്രേമിക്കുമെന്ന് പറയാം. അപ്പൊ അവൻ അത് കേൾക്കുന്നില്ല. അല്ല, അതാണ് പ്രശ്നം. നിങ്ങൾ എന്തിനാണ് അങ്ങനെ തല്ലിപ്പഴിപ്പിക്കുന്നത്? അവനാ വിരഹം എപ്പോഴും അവന് ഉണ്ടാവും. ആ വിരഹം തീരട്ടെ. നമ്മളൊക്കെ ജീവിതത്തിൽ ആകെ ഒരു വട്ടം പ്രേമിച്ചിട്ടുള്ളൂ. അയ്യോ, എങ്ങനെ നമ്മളെയൊക്കെ തേച്ചവർ എത്ര പേരുണ്ട്, തിരിച്ച് നമ്മൾ തേച്ചവർ എത്ര പേരുണ്ട്. അവരെല്ലാവരും എന്നിട്ട് അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ അവിവാഹിതരേ ഉണ്ടാവുള്ളൂ. എന്താ ഈ പറയുന്നേ? 18 വയസ്സായ കുട്ടികൾക്ക് തീർച്ചയായും ചിലപ്പം തെറ്റുകുറ്റങ്ങളുണ്ടാവാം. നമ്മൾ ചെയ്യുന്നതൊക്കെ ശരിയാണോ? ഈ 50-55 വയസ്സ് നമ്മൾ ചെയ്യുന്നൊന്നും ശരിയല്ലല്ലോ. അപ്പം തെറ്റുകുറ്റങ്ങളുണ്ടാവാം. അത് അവർ തന്നെ ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ അവർ ക്ലിയർ ചെയ്തോളും. നമ്മൾ എന്തിനാണ് ഇത്രയും വറിയാവുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. കുട്ടികളെ ഓർത്തിട്ടും അവരുടെ ശരീരത്തെ ഓർത്തിട്ടും ഒക്കെ വറിയാവേണ്ട ആവശ്യമില്ല. അതൊക്കെ അവർ ചെയ്തോളൂ. അല്ലെങ്കിൽ നമ്മളെ ഒളിച്ച് ചെയ്യും. അത്രേ ഉള്ളൂ ഇതൊക്കെ സംഭവിക്കുന്നത്.